Morning, ma'am. Good morning, ma'am. ഞാനിയൊന്ന് മ്യൂട്ട് ചെയ്യണം കേട്ടോ. എല്ലാവർക്കും ഗുഡ് മോർണിംഗ് കേട്ടോ. ഡാനിയൊന്ന് മ്യൂട്ട് ചെയ്യാമോ? ഓക്കെ, അപ്പൊ ഞാൻ ഇവിടെ നോൺ മ്യൂട്ട് കൊടുക്കാണ് കേട്ടോ. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. കഴിഞ്ഞ ദിവസം എടുത്ത കാര്യങ്ങളൊക്കെ വായിച്ചു നോക്കിയോ നിങ്ങള്? കഴിഞ്ഞ ദിവസം എടുത്ത കാര്യങ്ങളൊക്കെ വായിച്ചു നോക്കിയിരുന്നോ? ഓക്കെ, വായിച്ചു നോക്കി അല്ലേ? ശരി. അപ്പൊ ഇന്നലെ നമ്മള് കുറച്ച് ഡിപ്പാർട്ട്മെന്റുകൾ നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ? ഒന്ന് പറയൂ. The medical specialty that deals with the problems of liver, അല്ലെ? ലിവറിന്റെ പ്രോബ്ലംസ് ആയിട്ട് ഡീൽ ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ഏതാണെന്നൊന്ന് പറയാമോ? ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ്? ഓക്കെ നവീൻ, ഗുഡ് മോർണിംഗ്. പറയൂ, ലിവർ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റ് ഏതാണ്? ഒന്ന് മെസ്സേജ് ചെയ്തേ. ഏതാണ്? ഹെപ്പറ്റോളജി. കറക്റ്റ് ആണ് കേട്ടോ. രഹന, കൃഷ്ണേന്ദു കറക്റ്റ് ആണ്. കൃഷ്ണേന്ദു നെഫ്രോളജി അല്ല കേട്ടോ, അത് കിഡ്നി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളാണ്. ഞാൻ ചോദിച്ചത് ലിവർ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ഏതാണ്? ഹെപ്പറ്റോളജി. കറക്റ്റ് ആണ് കേട്ടോ. നവ്യ കറക്റ്റ് ആണ് കേട്ടോ, ഹെപ്പറ്റോളജി ആണ്. അതുപോലെ തന്നെ ദ മെഡിക്കൽ സ്പെഷ്യാലിറ്റി ദാറ്റ് ഡീൽസ് വിത്ത് ദ പ്രോബ്ലംസ് റിലേറ്റഡ് ടു ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. ഏത് ഡിപ്പാർട്ട്മെന്റ് ആണിത്? The department that deals with the problems of a female reproductive system. Female reproductive system ആയിട്ട് ബന്ധപ്പെട്ട ഗൈനക്കോളജി. കറക്റ്റ് ആണ് കേട്ടോ. അലഖ, രഹന, ആവണി, ആദിത്യ, നവ്യ, കൃഷ്ണേന്ദു കറക്റ്റ് ആണ് കേട്ടോ. അവസാന ഓക്കെ, ദേവിക കറക്റ്റ് ആണ്. ഗൈനക്കോളജി വിഭാഗമാണ് അല്ലെ? പിന്നെ നമ്മള് ഞാൻ ചോദിക്കട്ടെ, ഈ ലിവർ അതുപോലെ തന്നെ പാൻക്രിയാസ്, ഗോൾ ബ്ലാഡർ ഇവ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ് ഹാൻഡിൽ ചെയ്യുന്നതെന്ന് പറയാമോ? സ്മോൾ ഇൻറ്റസ്റ്റൈൻ. ഓക്കെ, വെരി ഗുഡ്, കറക്റ്റ് ആണ് കേട്ടോ. ഗാസ്ട്രോ എൻട്രോളജി ഷമാറ അല്ലെ? ഷമാറ ശരി. ഓക്കെ, ദേവിക കറക്റ്റ് ആണ് കേട്ടോ. അഞ്ജന, ശരണ്യ, ഗഗന, രഹന കറക്റ്റ് ആണ് കേട്ടോ. അപ്പൊ പിന്നെ ആരാണ് പറയുന്നത്? ഗാസ്ട്രോ കറക്റ്റ് ആണ് കേട്ടോ. അപ്പൊ ഗാസ്ട്രോ എൻട്രോളജി വിഭാഗം നമ്മള് കണ്ടിരുന്നു. അപ്പൊ ഇന്നത്തെ ക്ലാസ് നമുക്ക് നോക്കാം കേട്ടോ. ഇന്നലെ നമ്മൾ പഠിച്ച ഡിപ്പാർട്ട്മെന്റുകൾ ജനറൽ മെഡിസിൻ പറഞ്ഞു, ഗാസ്ട്രോ എൻട്രോളജി ഡിപ്പാർട്ട്മെന്റ്, അതുപോലെ തന്നെ ഹെപ്പറ്റോളജി ഇല്ല കേട്ടോ, കുറെ നേരമായിട്ടില്ല, ഇപ്പൊ കയറിയുള്ളൂ. ഗൈനക്കോളജി, പിന്നെ ഏതാണ്? ഒബ്സ്ട്രക്റ്റീവ്സ്, ന്യൂറോളജി, നെഫ്രോളജി. ഇതുവരെയാണ് നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തത് കേട്ടോ. അപ്പൊ ഇനി നമുക്ക് ബാക്കിയുള്ള ഡിപ്പാർട്ട്മെന്റുകൾ നോക്കാം. നെക്സ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആണ് ഇത്, ന്യൂക്ലിയർ മെഡിസിൻ. ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ്? ന്യൂക്ലിയർ മെഡിസിൻ അല്ലേ? അപ്പൊ നിങ്ങൾ കേട്ടിട്ടുണ്ടോ ന്യൂക്ലിയർ മെഡിസിനെ പറ്റിയിട്ട്? കേട്ടിട്ടുണ്ടോ ന്യൂക്ലിയർ മെഡിസിൻ? ഓക്കെ, ആവണി കേട്ടിട്ടുണ്ട് അല്ലെ? ന്യൂക്ലിയർ മെഡിസിൻ. ന്യൂക്ലിയർ മെഡിസിൻ എന്ന് പറഞ്ഞാൽ എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് അറിയാമോ? എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് അറിയാമോ ന്യൂക്ലിയർ മെഡിസിൻ? ഇല്ല. ഓക്കെ, അപ്പൊ ന്യൂക്ലിയർ മെഡിസിൻ കേട്ടിട്ടുണ്ട് അല്ലെ? അപ്പോ ആദ്യം തന്നെ ഞാൻ കുറച്ച് റേഡിയേഷൻ. ഓക്കെ, കറക്റ്റ് ആണ് കേട്ടോ. റേഡിയേഷൻ ഉണ്ട്. റേഡിയേഷൻ ഓക്കെ, റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പുകളാണ് അവിടെ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾ ആദ്യം ന്യൂക്ലിയർ മെഡിസിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം, അത് ശ്രദ്ധിച്ച് കേൾക്കാം. അതിനുശേഷം നമുക്കത് വായിക്കാം കേട്ടോ. അപ്പൊ വായിക്കുമ്പോൾ പറഞ്ഞു തന്നതിന് ശേഷം വായിക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് മനസ്സിലാവും. അതായത് ന്യൂക്ലിയർ മെഡിസിൻ എന്ന് പറഞ്ഞാൽ ഒരു ട്രേസ് എമൗണ്ട് ഓഫ് റേഡിയോ ആക്ടിവിറ്റി എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ട്രേസ് എമൗണ്ട് ഓഫ് റേഡിയോ ആക്ടിവിറ്റി എന്ന് വെച്ചാൽ വളരെ കുറഞ്ഞ അളവില് റേഡിയോ ആക്റ്റീവ് ട്രേസ് തരുന്നത്. അതെന്ന് വെച്ചാൽ വളരെ കുറഞ്ഞ അളവിലാണ് കേട്ടോ. എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തില് വലിയൊരു ഫങ്ഷൻസ് അല്ലെങ്കിൽ വലിയൊരു ഇഫക്റ്റ് ഒന്നും ഉണ്ടാക്കാനായിട്ട് സാധിക്കില്ല. അങ്ങനെ വളരെ കുറഞ്ഞ അളവില് റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള ട്രേസ് തരുന്നത് ഒന്നുകിൽ നമ്മുടെ വായിലൂടെ അല്ലെങ്കിൽ നമ്മുടെ വെയിനിലൂടെ, നേരിട്ട് വെയിനിലൂടെ നമ്മുടെ ശരീരത്തിനകത്തേക്ക് കടത്തിവിടും. ഓക്കെ, ഇവ നമ്മുടെ ശരീരത്തിനകത്തെത്തിയിട്ട് അത് പുറത്ത് വിടുന്ന കിരണങ്ങൾ, കാരണം റേഡിയോ ആക്റ്റീവ് ട്രേസറുകളാണ്, റേഡിയോ ആക്റ്റീവ് ആണ് റേഡിയേഷൻസ്, അത്
പുറത്തുവിടാനുള്ള കഴിവുണ്ട് അല്ലെ. അപ്പൊ അത് ഈ ശരീരത്തിനകത്ത് ചെന്നിട്ട് പുറത്തു വിടുന്ന കിരണങ്ങളെ നമ്മൾ എന്താണ് ക്യാമറ ഉപയോഗിച്ച് ഇമേജ് ചെയ്യുകയാണ്. ഓക്കെ, അതിനെയാണ് നമ്മൾ ന്യൂക്ലിയർ മെഡിസിൻ സ്കാനിങ് എന്ന് പറയുന്നത്. ഒന്നുകൂടെ പറയാം, ട്രേസ് എമൗണ്ട് ഓഫ് റേഡിയോ ആക്റ്റീവ്, അതായത് റേഡിയോ ആക്ടിവിറ്റി എന്നാണ് അത്, അങ്ങനെയാണ് നമ്മൾ പറയുന്നത്. ചെറിയൊരു അളവില് റേഡിയോ ആക്റ്റീവ് ട്രേസറുകൾ ഒന്നില്ലെങ്കിൽ നമ്മുടെ വാങ്ങിലൂടെ അല്ലെങ്കിൽ എന്താണ് നമ്മുടെ വെയിനിലൂടെ നമ്മുടെ ശരീരത്തിനകത്തേക്ക് കടത്തിവിടാണ്. അത് നമ്മുടെ ശരീരത്തിനകത്തോട്ട് ചെന്നിട്ട് അത് പുറത്തു വിടുന്ന കിരണങ്ങളെ നമ്മൾ എന്താണ് ക്യാമറ ഉപയോഗിച്ച് എന്ത് ചെയ്യാണ് ഇമേജ് ചെയ്യാണ്. അതിനെയാണ് നമ്മൾ ന്യൂക്ലിയർ മെഡിസിൻ സ്കാനിങ് എന്ന് പറയുന്നത്. അപ്പം ഇതിനായിട്ട് നമ്മൾ ചില പ്രത്യേക തരം ക്യാമറകളാണ് ഉപയോഗിക്കുന്നത്. അതായത് ഗാമ ക്യാമറ, അതുപോലെ തന്നെ പെറ്റ് മെഷീൻ എന്നൊക്കെ പറയും. ഓക്കെ, ഗാമ ക്യാമറ, പെറ്റ് മെഷീൻസുകളൊക്കെ ഉണ്ട്. അപ്പൊ ഇത്തരം ക്യാമറകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഈ പറയുന്ന കിരണങ്ങള് ശരീരത്തിന്റെ ഏത് ഭാഗത്ത് നിന്നാണ് വരുന്നത്, അല്ലെങ്കിൽ ഏത് അവയവത്തിൽ നിന്നാണ് വരുന്നത് നമുക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, സ്കാനിങ് ചെയ്ത് കണ്ടെത്താനായിട്ട് സാധിക്കും. അതാണ് ന്യൂക്ലിയർ മെഡിസിൻ ഇമേജിംഗ് എന്ന് പറയുന്ന ഒരു വിഭാഗം. ക്ലിയർ ആയോ? അപ്പൊ ന്യൂക്ലിയർ മെഡിസിൻ എന്ന് പറയുമ്പോൾ അതിന് രണ്ട് വിഭാഗമുണ്ട് കേട്ടോ, രണ്ട് വിഭാഗമുണ്ട്. ഒന്ന് ഇമേജിംഗ് സ്കാനിങ് എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്, മറ്റൊരു വിഭാഗം എന്ന് പറയുന്നത് തെറാപ്പിയാണ്, അതായത് ട്രീറ്റ്മെന്റ് വിഭാഗമാണ്. അങ്ങനെ രണ്ട് മേഖലകളുണ്ട് കേട്ടോ, അത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ന്യൂക്ലിയർ മെഡിസിൻ എന്ന് പറഞ്ഞാൽ അതിന് രണ്ട് വിഭാഗമുണ്ട്. ഇമേജിംഗ് അഥവാ സ്കാനിങ് എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്, അതുപോലെ തന്നെ തെറാപ്പി ട്രീറ്റ്മെന്റ് എന്ന് പറയുന്ന ഒരു വിഭാഗവും ഉണ്ട്. പിന്നെ ട്രീറ്റ്മെന്റിനെ പറ്റി പറയണത് നമ്മൾ സ്കാനിങ്ങിനെ പറ്റി നമ്മൾ മനസ്സിലാക്കി. അതുപോലെ തന്നെ ട്രീറ്റ്മെന്റ് നമ്മൾ ചില റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള ട്രേസറുകൾ, ചിലതരം ക്യാൻസറുകൾ, ചില ടൈപ്പ് ഓഫ് ക്യാൻസറുകൾ, അതുപോലെ തന്നെ നമ്മുടെ തൈറോയിഡ് ചില അവയവങ്ങളുടെ ഓവർ ആയിട്ടുള്ള എന്താ പറയുക ഫംഗ്ഷൻ, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഹൈപ്പർ തൈറോയിഡിസം എന്നൊക്കെ പറയാം. അതായത് തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനം വളരെ കൂടുതലാകുന്ന അവസ്ഥ. അപ്പൊ അങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾക്ക് ഒരു ട്രീറ്റ്മെന്റ്, ഒരു മെഡിസിൻ എന്ന രീതിയിൽ നമ്മൾ എന്ത് ഉപയോഗിക്കുന്നുണ്ട്, റേഡിയോ ആക്റ്റീവ് ട്രേസറുകൾ ഉപയോഗിക്കുന്നുണ്ട്. ചിലതരം ക്യാൻസറുകൾക്കും അതുപോലെ തന്നെ തൈറോയിഡ് സംബന്ധമായിട്ട് വരുന്ന, ശരിക്കും പറഞ്ഞാൽ തൈറോയിഡ് സംബന്ധമായിട്ടുള്ള ഇഷ്യൂസിനാണ് ഈ ന്യൂക്ലിയർ മെഡിസിൻ ഏറ്റവും അധികം പ്രയോജനപ്പെടുത്തുന്നത് കേട്ടോ. അപ്പൊ ഇങ്ങനെ വരുന്ന അസുഖങ്ങൾക്ക് നമ്മൾ ചെറിയ അളവിൽ റേഡിയോ ആക്റ്റീവ് ട്രേസറുകൾ, അതായത് ഈ ബീറ്റ റേഡിയേഷൻ, ബീറ്റ കിരണങ്ങളായിട്ട് പുറത്തേക്ക് വിടുന്ന ചില റേഡിയോ ആക്റ്റീവ് ട്രേസറുകളുണ്ട്. അത് ഇതുപോലെ ഇത്തരം അസുഖങ്ങളുടെ ട്രീറ്റ്മെന്റിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നു. മനസ്സിലായത്? അപ്പൊ സ്കാനിങ് എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്, തെറാപ്പി അഥവാ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്ന മറ്റൊരു വിഭാഗം ഉണ്ടെന്ന് ഓർത്തിരിക്കുക കേട്ടോ. പിന്നെ പറയുകയാണെന്ന് വെച്ചാല് ന്യൂക്ലിയർ മെഡിസിൻ സ്കാനിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ സാധാരണ ഇപ്പൊ CT സ്കാൻ എടുക്കുന്നുണ്ട്, MRI സ്കാനിങ് അങ്ങനെയൊക്കെ നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് സ്ട്രക്ചറൽ ആയിട്ടുള്ള ഇമേജസ് ആണ് നമുക്ക് തരുന്നത്, സ്ട്രക്ചറൽ ഇമേജസുകളാണ് തരുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോ അതിന്റെ ഒരു സ്ട്രക്ചറൽ ഇമേജ് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ ഏതെങ്കിലും തരത്തിലുള്ള മുഴകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ക്യാൻസറുകളോ ഉണ്ടെന്നൊക്കെ നമുക്ക് കണ്ടെത്താനായിട്ട് പറ്റും. ഘടനാപരമായിട്ടുള്ള ഒരു ഇമേജ് ആണ് നമുക്ക് തരുന്നത്. അതേസമയം നമുക്ക് ന്യൂക്ലിയർ മെഡിസിൻ സ്കാനിങ്ങിലൂടെ ലഭിക്കുന്നത് ഒരു ഫങ്ഷണൽ ഇമേജ് ആണ്. അതായത് ആ ഒരു ഓർഗൻ ഏത് രീതിയിലാണ് പ്രവർത്തിക്കുന്നത്, അതിന്റെ ഫങ്ഷൻ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇപ്പൊ നമുക്കറിയാം, നമുക്ക് രണ്ട് കിഡ്നി ഉണ്ട് അല്ലെ, ലെഫ്റ്റ് കിഡ്നി ഉണ്ട്, റൈറ്റ് കിഡ്നി ഉണ്ട്. അപ്പൊ നമ്മൾ ന്യൂക്ലിയർ മെഡിസിൻ സ്കാനിങ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിലെ കിഡ്നികൾ എത്ര ശതമാനം പ്രവർത്തിക്കുന്നുണ്ട്, ഓക്കെ, അങ്ങനെ നമുക്ക് അറിയാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ അതിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള അപാകതകളുണ്ടോ, അല്ലെങ്കിൽ റേഡിയോ ആക്റ്റീവ് ട്രേസറുകൾ അതിന് കൃത്യമായിട്ട് പോകുന്നുണ്ടോ, അതിന്റെ ക്ലിയറൻസിൽ എന്തെങ്കിലും ബ്ലോക്കേജ് ഉണ്ടോ, അങ്ങനെയുള്ളതൊക്കെ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. അപ്പൊ മറ്റുള്ള സ്കാനിങ് ഒരു സ്ട്രക്ചറൽ ഇമേജ് തരുമ്പോൾ ന്യൂക്ലിയർ മെഡിസിൻ സ്കാനിങ്ങിലൂടെ നമുക്ക് ലഭിക്കുന്നത് ഫങ്ഷണൽ ഇമേജസ് ആണെന്നുള്ളത് മനസ്സിലാക്കും. ക്ലിയർ ആയോ? ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണ് നിങ്ങൾക്ക്? ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായോ? ക്ലിയർ ആയോ ഞാൻ പറഞ്ഞത്? ഓക്കെ ആണ്, എല്ലാവർക്കും ഓക്കെ ആണല്ലോ, മനസ്സിലാവുന്നുണ്ടല്ലോ? ആ കാര്യം തന്നെയാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ന്യൂക്ലിയർ മെഡിസിൻ എന്താണെന്നൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവല്ലോ. രണ്ട് വിഭാഗം ഉണ്ട് കേട്ടോ, ഇമേജിംഗ് എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്, തെറാപ്പി അഥവാ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്ന മറ്റൊരു വിഭാഗം കൂടെ ഉണ്ട് കേട്ടോ. ഇത്രയും അപ്പൊ റേഡിയോ ആക്റ്റീവ് ട്രേസറുകൾ നമ്മൾ ചെറിയ അളവില് നമ്മുടെ ശരീരത്തിനകത്തേക്ക് കടത്തി വിടുകയും അതിൽ നിന്ന് പുറത്തേക്ക് വിടുന്ന കിരണങ്ങളെ നമ്മൾ ചിലതരം ക്യാമറകൾ, ഇപ്പൊ ഗാമ ക്യാമറ, XCT മെഷീനുകൾ ഉപയോഗിച്ച് ഇമേജ് ചെയ്യും. അതിന് നമ്മൾ ന്യൂക്ലിയർ മെഡിസിൻ സ്കാനിങ് എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ ചിലതരം ക്യാൻസറുകള്, അതുപോലെ തൈറോയിഡ് ഗ്രന്ഥിക്ക് ഉണ്ടാകുന്ന പ്രോബ്ലംസുകള്, അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് ട്രീറ്റ്മെന്റ് ആയിട്ട് മെഡിസിൻ എന്നുള്ള രീതിയിൽ നമ്മൾ ഇത്തരത്തിലുള്ള റേഡിയോ ആക്റ്റീവ് ട്രേസറുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ,
നമുക്ക് വായിക്കാം കേട്ടോ. ന്യൂക്ലിയർ മെഡിസിൻ is a branch of medical imaging that uses small amount of radioactive material to diagnose and ascertain the severity of or treat a variety of diseases, including many types of cancers, heart disease, gastrointestinal, endocrine, neurological disorders, and other abnormalities within the body. അല്ലെ, എന്താണ് പറയുന്നത്? ന്യൂക്ലിയർ മെഡിസിൻ എന്ന് പറയുന്നത് മെഡിക്കൽ ഇമേജിന്റെ തന്നെ ഒരു ബ്രാഞ്ചാണ് അല്ലെ. മെഡിക്കൽ ഇമേജിംഗ് മേഖലയുണ്ട് നമുക്കറിയാം. അപ്പൊ മെഡിക്കൽ ഇമേജിന്റെ തന്നെ ഒരു ബ്രാഞ്ചാണ്. അതിലെന്താണ് ഈ പറയുന്ന ഒരു റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള മെറ്റീരിയലുകള് എന്തിനും നമ്മൾ ഉപയോഗിക്കുന്നു? പലതരത്തിലുള്ള അസുഖങ്ങൾ. ഏതൊക്കെ തരത്തിലുള്ള അസുഖങ്ങളാണ് നോക്കി? മെനി ടൈപ്സ് ഓഫ് ക്യാൻസർ, ചില തരത്തിലുള്ള ക്യാൻസറുകള്, അതുപോലെ തന്നെ ഹൃദ്രോഗം, പിന്നെ നമുക്കറിയാം ഗ്യാസ്ട്രോ ഇൻഡസ്റ്റൈനൽ പ്രോബ്ലംസ്, ആമാശയ സംബന്ധമായിട്ട് ഉദര സംബന്ധമായിട്ട് വരുന്ന പ്രശ്നങ്ങള്, അതുപോലെ തന്നെ എൻഡോക്രൈൻ പ്രോബ്ലംസ്, ന്യൂറോളജിക്കൽ ഡിസോർഡേഴ്സ്, മറ്റുള്ള ബോഡിയിൽ ഉണ്ടാകുന്ന അബ്നോർമാലിറ്റീസ് എന്നിവയൊക്കെ കണ്ടെത്താനും അവയുടെയൊക്കെ ഡയഗ്നോസിനും അസർട്ടൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് റേഡിയോ ആക്റ്റീവ് മെറ്റീരിയലുകൾ ഉപയോഗിക്കുന്ന മെഡിക്കൽ ഇമേജിന്റെ ഒരു ബ്രാഞ്ചാണ് ഇതെന്ന് പറയുന്നത് ന്യൂക്ലിയർ മെഡിസിൻ. ഓക്കെ, ഇനി നോക്കാം കേട്ടോ. ന്യൂക്ലിയർ മെഡിസിൻ ഇവിടെ നിന്ന് എഴുതി ചേർക്കണം കേട്ടോ. അവിടെ ന്യൂക്ലിയർ എന്ന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ന്യൂക്ലിയർ മെഡിസിൻ എഴുതി ചേർക്കണം. ന്യൂക്ലിയർ മെഡിസിൻ യൂസസ് റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽ കൊണ്ട് റേഡിയോ ഫാർമസ്യൂട്ടിക്കൽസ് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. ന്യൂക്ലിയർ മെഡിസിൻ യൂസസ് റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽ കൊണ്ട് റേഡിയോ ഫാർമസ്യൂട്ടിക്കൽ. ന്യൂക്ലിയർ മെഡിസിൻ ഉപയോഗിക്കുന്നത് റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള മെറ്റീരിയലുകളാണ്, അഥവാ റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള ട്രേസറുകളാണ് കേട്ടോ. റേഡിയോ ആക്റ്റീവ് എന്ന് തന്നെ പറയുമ്പോൾ നിങ്ങൾക്ക് ആ പേരിൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും. റേഡിയേഷൻസിന് പുറത്തുവിടുന്ന മെറ്റീരിയൽസുകളായിരിക്കും കേട്ടോ. അപ്പൊ അത് നമ്മൾ ട്രീറ്റ്മെന്റ് പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ അതിന് നമ്മൾ റേഡിയോ ഫാർമസ്യൂട്ടിക്കൽസ് എന്നാണ് പൊതുവെ പറയുന്നത് കേട്ടോ. ഇനി നോക്കാം, എക്സാമ്പിൾസ് ഓഫ് ഡിസീസസ് ട്രീറ്റഡ് വിത്ത് ന്യൂക്ലിയർ മെഡിസിൻ പ്രൊസീജിയേഴ്സ് ആണ്. അത് ഇമ്പോർട്ടന്റ് ആണ്, അതൊന്ന് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ന്യൂക്ലിയർ മെഡിസിൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എങ്ങനെയുള്ള അസുഖങ്ങൾക്കൊക്കെ ട്രീറ്റ്മെന്റുകൾ കൊടുക്കുന്നുണ്ട് നോക്കിക്കേ. ഹൈപ്പർ തൈറോയിഡിസം അല്ലെ. ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറഞ്ഞാൽ എന്താണ്? തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനം കൂടുതലാകുന്ന അവസ്ഥയാണ് അല്ലെ. അപ്പൊ എന്ത് സംഭവിക്കും? നമ്മുടെ ശരീരത്തില് തൈറോക്സിൻ എന്ന് പറയുന്ന ഹോർമോണിന്റെ ഉത്പാദനം ഭയങ്കരമായിട്ട് നമ്മുടെ ശരീരത്തിനകത്ത് കൂടും അല്ലെ. അതുപോലെ നമുക്ക് പല ബുദ്ധിമുട്ടുകളും ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അല്ലെ. ഹൈപ്പർ തൈറോയിഡിസം ഉണ്ട്, ഹൈപ്പോ തൈറോയിഡിസം ഉണ്ട്. ഇതിൽ പറയുന്ന ഹൈപ്പർ തൈറോയിഡിസം ആണ് തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനം എൻഹാൻസ് ചെയ്യുന്ന, അതായത് ഹൈ ആവുന്ന ഒരവസ്ഥയാണ് കേട്ടോ. അത്തരത്തിലുള്ള ഹൈപ്പർ തൈറോയിഡിസം. ഇതെന്താണ്? തൈറോയിഡ് ക്യാൻസർ അല്ലെ, തൈറോയിഡ് സംബന്ധമായിട്ട് വരുന്ന ക്യാൻസർ. അതുപോലെ തന്നെ ലിംഫോമാസ്. എന്താണ് ലിംഫോമ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? ലിംഫോമ എന്ന് പറഞ്ഞാല് ഒരു ടൈപ്പ് ഓഫ് ബ്ലഡ് ക്യാൻസർ തന്നെയാണ് കേട്ടോ. ടൈപ്പ് ഓഫ് ബ്ലഡ് ക്യാൻസർ തന്നെയാണ്. ദാറ്റ് എഫക്റ്റിംഗ് ദ ലിംഫാറ്റിക് സിസ്റ്റം എന്ന് പറഞ്ഞാല് നമ്മുടെ ശരീരത്തിന്റെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ തന്നെ ബാധിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ബ്ലഡ് ക്യാൻസർ തന്നെയാണ് ലിംഫോമ എന്ന് പറയുന്നത് കേട്ടോ. പിന്നെന്താണ് പറയുന്നത്? ബോൺ പെയിൻ ഫ്രം സം ടൈപ്സ് ഓഫ് ക്യാൻസർ. ചില ക്യാൻസറുകൾ മൂലം ഉണ്ടാകുന്ന അസ്ഥിവേദനകള്, ബോൺ പെയിനുകള്. അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കുള്ള ട്രീറ്റ്മെന്റിന് എന്ത് ഉപയോഗപ്പെടുത്തുന്നുണ്ട്? നമ്മുടെ ന്യൂക്ലിയർ മെഡിസിൻ ഉപയോഗിക്കുന്നുണ്ട്. ക്ലിയർ ആയോ പറഞ്ഞത്? ഓക്കെ ആണോ? അപ്പൊ ചുരുക്കി പറഞ്ഞാല് ഇമേജിംഗ് എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. അതോടൊപ്പം തന്നെ ഹൈപ്പർ തൈറോയിഡിസം അല്ലെങ്കിൽ തൈറോയിഡ് ക്യാൻസർ, ലിംഫോമ, ബോൺ പെയിൻ അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് മെഡിസിൻ ആയിട്ടും നമ്മൾ ഇത്തരത്തിലുള്ള റേഡിയോ ആക്റ്റീവ് മെറ്റീരിയലുകള് ഉപയോഗിക്കുന്നുണ്ട്. ഇനി നോക്കാം, സ്പെഷ്യലി ഡിസൈൻഡ് ക്യാമറാസ് allow the doctors to track the path of these radioactive traces. ഞാൻ തുടക്കമേ പറഞ്ഞു അല്ലെ, ചില സ്പെഷ്യൽ ആയിട്ടുള്ള ചില സ്പെഷ്യലി ഡിസൈൻഡ് ആയിട്ടുള്ള ക്യാമറകളുണ്ട്. ഗാമ ക്യാമറ, അതുപോലെ തന്നെ പെറ്റ് മെഷീൻസുകളൊക്കെയാണ് സാധാരണയായിട്ട് നമ്മൾ ഈ ഒരു ന്യൂക്ലിയർ മെഡിസിൻ ഇമേജിങ്ങിനായിട്ട് ഉപയോഗിക്കുന്നത് കേട്ടോ. അതാണ് അവിടെ പറയുന്നത്. സ്പെഷ്യലി ഡിസൈൻഡ് ആയിട്ടുള്ള ക്യാമറകൾ ഡോക്ടേഴ്സിന് എന്തിന് ഹെൽപ്പ് ചെയ്യും? ഈ പറയുന്ന റേഡിയോ ആക്റ്റീവ് ട്രേസറുകളുടെ പാത്ത് കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യാനായിട്ട് ഡോക്ടേഴ്സിനെ ഇത്തരം ക്യാമറകൾ സഹായിക്കുന്നുണ്ട് കേട്ടോ. For the most diagnostic studies in nuclear medicine, the radioactive tracer is administered to a patient by intravenous injections. Okay, സാധാരണ നമ്മൾ വായിലൂടെ ആയിരിക്കും അല്ലെങ്കിൽ ഇൻട്രാവെനസ് നമ്മൾ വെയിനിലൂടെയാണ് ഇത്തരം റേഡിയോ ആക്റ്റീവ് ട്രേസറുകളെ നമ്മുടെ ശരീരത്തിനകത്തോട്ട് കടത്തിവിടുന്നത് കേട്ടോ. ഇനി അടുത്ത നമ്മൾ നോട്ട് ചെയ്ത് വെക്കാം, സിംഗിൾ ഫോട്ടോൺ എമിഷൻ കമ്പ്യൂട്ടർ ടോമോഗ്രഫി ഓഫ് സ്പെക്ട്. സ്പെക്ടിന്റെ ഫുൾ ഫോം നിങ്ങൾ പഠിച്ചു വെക്കണം. എന്താണ് സിംഗിൾ ഫോട്ടോൺ എമിഷൻ കമ്പ്യൂട്ടർ ടോമോഗ്രഫി? പഠിച്ചു വെക്കണം, ഇമ്പോർട്ടന്റ് ആണ്.
സ്പെക്ടിന്റെ ഫുൾ ഫോം പഠിച്ചു വെക്കണം. സിംഗിൾ ഫോട്ടോൺ എമിഷൻ കമ്പ്യൂട്ടഡ് ടോമോഗ്രഫി ആൻഡ് പോസിട്രോൺ എമിഷൻ ടോമോഗ്രഫി അഥവാ പെറ്റ് സ്കാൻ. നേരത്തെ പറഞ്ഞില്ലേ പെറ്റ് സ്കാൻ, PET സ്കാൻസ് are the two most common imaging modalities in nuclear medicine. നമ്മള് ന്യൂക്ലിയർ മെഡിസിനിൽ ഉപയോഗിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് എന്താണ് ഇമേജിംഗ് മെത്തേഡുകളാണ് ഈ പറയുന്ന സ്പെക്റ്റും അതുപോലെ തന്നെ പെറ്റും ഉണ്ടാവും. സ്പെക്റ്റിന്റെ ഫുൾ ഫോം എന്താണ്? സിംഗിൾ ഫോട്ടോൺ എമിഷൻ കമ്പ്യൂട്ടഡ് ടോമോഗ്രഫി. CT ഫുൾ ഫോം ആണ് കമ്പ്യൂട്ടഡ് ടോമോഗ്രഫി. ബാക്കിയുള്ള നിങ്ങൾ പഠിച്ചാൽ മതി കേട്ടോ. പിന്നെ പെറ്റ് എന്ന് പറയുന്നത് എന്താണ്? പോസിട്രോൺ എമിഷൻ ടോമോഗ്രഫിയാണ് കേട്ടോ. ഈ രണ്ട് സ്കാനിങ്ങുകളാണ് ന്യൂക്ലിയർ മെഡിസിന്റെ പ്രധാനമായിട്ടുള്ള രണ്ട് ഇമേജിംഗ് മെത്തേഡ്സ് എന്ന് പറയും. ക്ലിയർ ആയോ ന്യൂക്ലിയർ മെഡിസിൻ എന്താണെന്നുള്ളത്? ഓക്കെ ആണോ നിങ്ങൾക്ക്? ക്ലിയർ ആയോ? മനസ്സിലായോ ന്യൂക്ലിയർ മെഡിസിൻ എന്താണെന്നുള്ളത്? അപ്പൊ നമ്മൾ ചെറിയ അളവില് റേഡിയോ ആക്റ്റീവ് ട്രേസറുകൾ ഇതിനെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്താണ് ഈ പറയുന്ന ട്രീറ്റ്മെന്റിനും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, ഇമേജിങ്ങിനും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ രണ്ട് വിഭാഗവും ചേർന്നതാണ് ന്യൂക്ലിയർ മെഡിസിൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ അവിടെ ഉപയോഗിക്കുന്ന സ്പെഷ്യൽ ക്യാമറകളാണ് ഗാമ ക്യാമറ, PET മെഷീനുകളൊക്കെയാണ് അതിന് വേണ്ടിയിട്ട് നമ്മൾ അവിടെ ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പൊ ഇത് സ്പെക്ട് എന്താണ്, പെറ്റ് സ്കാൻ ഒക്കെ ഇതിനകത്ത് വരുന്നതാണ്. ന്യൂക്ലിയർ മെഡിസിൻ ഇമേജിങ്ങിനകത്ത് വരുന്ന രണ്ട് മെത്തേഡുകളാണ് കേട്ടോ. ക്ലിയർ? ജസ്റ്റ് ഒന്ന് വാങ്ങിച്ചു നോക്കാമോ? ഒരു മിനിറ്റ് എടുത്തത് ന്യൂക്ലിയർ മെഡിസിൻ ജസ്റ്റ് ഒന്ന് വാങ്ങിച്ചു നോക്കി. ക്ലിയർ ആയോ നോക്കി? ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ഡിപ്പാർട്ട്മെന്റിലോട്ട് പോകാം കേട്ടോ. അടുത്ത ഡിപ്പാർട്ട്മെന്റ് ആണ് ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം ഓങ്കോളജി എന്ന് പറയുന്നത് എന്തുമായിട്ട് ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റ് ആണ്? ഏതുമായിട്ട് ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റ് ആണ്? ക്യാൻസർ. ഒക്കെ കറക്റ്റ് ആണ് കേട്ടോ. നിഷ, അലങ്ക, ആവണി, ശരണ്യ, ഗഗന കറക്റ്റ് ആണ് കേട്ടോ. ക്യാൻസറുമായിട്ട് ബന്ധപ്പെട്ട വിഭാഗമാണ് ഓങ്കോളജി. നമ്മൾ കഴിഞ്ഞ കുറെ ക്ലാസ്സുകളിലായിട്ട് പഠിച്ച കാര്യമാണ് അല്ലെ? അപ്പൊ വായിക്കാം നമുക്ക്. ദിസ് ഡിപ്പാർട്ട്മെന്റ് ഇൻക്വയർസ് ആൻഡ് ട്രീറ്റ്സ് all kinds of cancers and provides a wide range of chemotherapy treatment and radiotherapy for the cancerous tumors and blood disorders. അറിയാലോ, ക്യാൻസറുമായിട്ട് ബന്ധപ്പെട്ട വിഭാഗമാണ് ഓങ്കോളജി എന്ന് പറയുന്നത്. ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് വൈഡ് റേഞ്ച് ഓഫ് വിവിധ തരത്തിലുള്ള കീമോതെറാപ്പി അതുപോലെ തന്നെ റേഡിയോതെറാപ്പി ട്രീറ്റ്മെന്റുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിനൊക്കെയാണ് ക്യാൻസറസ് ട്യൂമേഴ്സ്, ബ്ലഡ് ഡിസോർഡേഴ്സിനൊക്കെയുള്ള ഈ പറയുന്ന കീമോതെറാപ്പി, റേഡിയോതെറാപ്പി ട്രീറ്റ്മെന്റുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഓങ്കോളജി എന്ന് പറയുന്നത്. ഓക്കെ, ദിസ് ഡിപ്പാർട്ട്മെന്റ് ഈസ് യൂഷ്വലി കണക്റ്റഡ് വിത്ത് all the other departments as reference made cannot be as reference made when one department cannot diagnose the patient's problem. അതായത് ഈ പറയുന്ന ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റ് മറ്റു പല ഡിപ്പാർട്ട്മെന്റുകളുമായിട്ട് എന്താണ് കണക്റ്റഡ് ആണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ ആ ഡിപ്പാർട്ട്മെന്റുകളിൽ ഈ പറയുന്ന പേഷ്യന്റിന്റെ രോഗങ്ങൾ കൃത്യമായിട്ട് ഡയഗ്നോസ് ചെയ്യാൻ സാധിക്കാത്ത രോഗങ്ങളും കാര്യങ്ങളും ഉണ്ടാവുമല്ലോ, അതിനെ എന്ത് ചെയ്യും? ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റിലൂടെ റെഫർ ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള പേഷ്യൻസിനെയാണ് ആ ഒരു ഡിപ്പാർട്ട്മെന്റ് ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പൊ ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് മറ്റു പല ഡിപ്പാർട്ട്മെന്റുകളുമായിട്ട് കണക്റ്റഡ് ആണ്. കാര്യം അത്തരം ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്ന് നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ പറ്റാത്ത, ഇപ്പൊ പേഷ്യന്റ് ഡയഗ്നോസ് ചെയ്യാൻ പറ്റാത്ത എന്തെങ്കിലും രോഗങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അവരിങ്ങോട്ട് റെഫർ ചെയ്യും, ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റിലേക്ക് റെഫർ ചെയ്യും. അപ്പൊ അവിടെ അങ്ങനെയാണ് അവർക്ക് ട്രീറ്റ്മെന്റ് മെത്തേഡ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതവിടെ പറയുന്നത് ഡിപ്പാർട്ട്മെന്റ് ഈസ് യൂഷ്വലി കണക്റ്റഡ് വിത്ത് all the other department as reference made when one department cannot diagnose the patient's problem. Okay. പിന്നെ മാത്രമല്ല, the doctors also carry out the tumor removal procedures which are then sent for biopsy to verify whether the tumor is harmful or not. അത് മാത്രമല്ല, ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റിലുള്ള ഡോക്ടേഴ്സ് എന്ന് പറയുന്നത് അവര് ട്യൂമർ റിമൂവൽ പ്രൊസീജിയറുകളൊക്കെ പെർഫോം ചെയ്യുന്നുണ്ട് അല്ലെ. അതായത് ട്യൂമറുകളൊക്കെ ഉണ്ടായിട്ട് അത് റിമൂവ് ചെയ്യുന്ന പ്രൊസീജിയറുകൾ, സർജറികളൊക്കെ ചെയ്യാനായിട്ട് വളരെ എഫിഷ്യന്റ് ആയിട്ടുള്ള ഡോക്ടേഴ്സുകളാണ് ഈ ഒരു ഡിപ്പാർട്ട്മെന്റിൽ പ്രവർത്തിക്കുന്നത്. അതിനുശേഷം ഈ ട്യൂമർ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് എന്ത് ചെയ്യും? സെറ്റ് ഫോർ ബയോപ്സി അല്ലെ, ബയോപ്സി ടെസ്റ്റിനായിരിക്കും. എന്തിനാണ് നമ്മൾ ബയോപ്സി കഴിക്കുന്നത്? വെദർ ഇറ്റ് ഇസ് ക്യാൻസറസ് ഓർ നോട്ട്, ആ ട്യൂമർ ക്യാൻസറസ് ആണോ അല്ലയോ എന്ന് എന്താണ് കൺഫേം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ
ബയോപ്സി ടെസ്റ്റിനായിരുന്നു. പൊതുവെ ബയോപ്സി എന്ന് പറയുന്നത് നമുക്ക് ക്യാൻസർ ഉണ്ടോ എന്നറിയുന്നത് ഉപയോഗിക്കുന്ന ടെസ്റ്റ് ആണ് കേട്ടോ. അപ്പൊ ഈ പറയുന്ന ട്യൂമർ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ബയോപ്സി ടെസ്റ്റിനായിട്ട് അങ്ങനെ ബയോപ്സി ടെസ്റ്റിലൂടെ നമുക്കത് അറിയാൻ പറ്റും ഒരു ക്യാൻസറസ് ട്യൂമർ ആണോ അല്ലെ. എല്ലാ ട്യൂമറുകളും ക്യാൻസറസ് ആവണമെന്നില്ല കേട്ടോ. അപ്പൊ അത് അറിയാനായിട്ട് സാധിക്കും. The field of oncology has the three major areas കേട്ടോ. ഇനി ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റിന് പ്രധാനമായിട്ടും 3 ഏരിയകളാണ് ഉള്ളത്. ഏതൊക്കെയാണ് ആ 3 ഏരിയകൾ നോക്കാം നമുക്ക്. ഫസ്റ്റ് വൺ മെഡിക്കൽ ഓങ്കോളജി. അത് പഠിച്ചു വെക്കുന്നത് അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റിന് പ്രധാനമായിട്ടും 3 വിഭാഗങ്ങളുടെ 3 ഏരിയകളാണ് ഉള്ളത്. ഏതൊക്കെയാണ്? ഒന്ന് മെഡിക്കൽ ഓങ്കോളജി, രണ്ടാമത്തത് സർജിക്കൽ ഓങ്കോളജി, മൂന്നാമത്തത് റേഡിയേഷൻ ഓങ്കോളജി. ഏതൊക്കെയാണ് 3 വിഭാഗങ്ങള്? മെഡിക്കൽ ഓങ്കോളജി, സർജിക്കൽ ഓങ്കോളജി, റേഡിയേഷൻ ഓങ്കോളജി. ഓക്കെ, അപ്പൊ ആദ്യം ഫസ്റ്റ് വൺ നമുക്ക് നോക്കാം. മെഡിക്കൽ ഓങ്കോളജി. എന്താണ് മെഡിക്കൽ ഓങ്കോളജി? ആ പേരിൽ തന്നെ നമുക്ക് കിട്ടും. എന്താണ്? ദ ട്രീറ്റ്മെന്റ് ഓഫ് ക്യാൻസർ വിത്ത് മെഡിസിൻ. അല്ലെ, മെഡിസിൻ ഉപയോഗിച്ചുകൊണ്ടുള്ള ആ ഒരു ക്യാൻസർ ട്രീറ്റ്മെന്റ് ഇൻക്ലൂഡിങ് കീമോതെറാപ്പി. അല്ലെ, നമ്മൾ കീമോതെറാപ്പി എന്ന് പറയുമ്പോൾ നമ്മളവിടെ കെമിക്കൽ ഏജൻസുകളാണ് അവിടെ മെഡിസിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അല്ലെ, അങ്ങനെ കെമിക്കൽ മെഡിസിൻ ഏജൻസി യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്? അവിടെ ക്യാൻസറിനെ ട്രീറ്റ് ചെയ്യാണ്. അപ്പോൾ മെഡിക്കൽ ഓങ്കോളജി എന്ന് പറഞ്ഞിട്ട് ട്രീറ്റ്മെന്റ് ഓഫ് ക്യാൻസർ യൂസിംഗ് മെഡിസിൻ ഇൻക്ലൂഡിങ് കീമോതെറാപ്പി. കീമോതെറാപ്പി ഉൾപ്പെടെ മെഡിസിൻ ഉപയോഗിച്ചുകൊണ്ടുള്ള ക്യാൻസർ ട്രീറ്റ്മെന്റിനെ നമുക്ക് മെഡിക്കൽ ഓങ്കോളജി എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും സർജിക്കൽ ഓങ്കോളജി എന്ന് പറഞ്ഞാൽ? എന്തായിരിക്കും? അതായത് നമ്മൾ ട്രീറ്റ്മെന്റ് ഓഫ് ക്യാൻസർ യൂസിംഗ് ദ സർജിക്കൽ പ്രൊസീജിയർ. അല്ലെ, സർജിക്കൽ പ്രൊസീജിയർ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പല ക്യാൻസറുകളും ട്രീറ്റ്മെന്റ് എടുക്കുന്നുണ്ട്. അല്ലെ, ചില ക്യാൻസറസ് ആയിട്ടുള്ള ട്യൂമറുകൾ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ സർജറിയിലൂടെ എന്ത് ചെയ്യുന്നത്? റിമൂവ് ചെയ്തുകൊണ്ടാണ് ആ ഒരു ട്രീറ്റ്മെന്റ് നമ്മൾ പ്രൊസീഡ് ചെയ്യുന്നത്. ആ രീതിയിൽ സർജിക്കൽ ആസ്പെക്ട്സ് ഓഫ് ക്യാൻസർ ഇൻക്ലൂഡിംഗ് ബയോപ്സി ആൻഡ് സർജിക്കൽ റീസെക്ഷൻ ഓഫ് ട്യൂമേഴ്സ്. റീസെക്ഷൻ എന്ന് വെച്ചാൽ സർജിക്കൽ റിമൂവൽ ആണ് കേട്ടോ, റിമൂവൽ ഓഫ് ട്യൂമേഴ്സ് നോക്കാം. അപ്പൊ ഈ രീതിയിൽ ബയോപ്സി ഉൾപ്പെടുന്ന അല്ലെങ്കിൽ ട്യൂമർ റിമൂവൽ സർജറികളൊക്കെ ഉൾപ്പെടുന്ന രീതിയിൽ ഉള്ള ക്യാൻസർ ട്രീറ്റ്മെന്റിനെയാണ് നമ്മൾ സർജിക്കൽ ഓങ്കോളജി. സർജിക്കൽ പ്രൊസീജിയറിലൂടെയാണ് നമ്മളുടെ ക്യാൻസർ ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് കോൾഡ് സർജിക്കൽ ഓങ്കോളജി. ക്ലിയർ ആണല്ലോ? പിന്നെ മൂന്നാമത്തതാണ് റേഡിയേഷൻ ഓങ്കോളജി. എന്തായിരിക്കും റേഡിയേഷൻ ഓങ്കോളജി എന്ന് പറഞ്ഞാല്? റേഡിയേഷൻ തെറാപ്പി ദാറ്റ് യൂസസ് കെയർഫുള്ളി ടാർഗറ്റഡ് ആൻഡ് regulated doses of high energy radiation to kill the cancer cells. അല്ലെ, അതായത് നമ്മൾ റേഡിയേഷൻസ് ഉപയോഗിച്ചുകൊണ്ടുള്ള ക്യാൻസർ ട്രീറ്റ്മെന്റിനെയാണ് നമ്മൾ റേഡിയേഷൻ ഓങ്കോളജി എന്ന് പറയുന്നത്. അല്ലെ, അപ്പൊ നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നത് ഹൈ എനർജി റേഡിയേഷൻ ആണ്. അത് വളരെ കെയർഫുള്ളി ടാർഗറ്റഡ് ആണ്. കൃത്യമായിട്ട് ടാർഗറ്റ് ചെയ്തിട്ട് ഹൈ എനർജി ഉള്ള റേഡിയേഷനെ കൃത്യമായിട്ടുള്ള ഡോസിൽ നമ്മൾ എന്താണ് അവിടെ ഉപയോഗപ്പെടുത്തുന്നത്? ക്യാൻസർ സെല്ലുകളെ നശിപ്പിച്ച് കളയാണ് ചെയ്യുന്നത്. ആ രീതിയിലുള്ള ട്രീറ്റ്മെന്റിനെയാണ് നമ്മൾ റേഡിയേഷൻ ഓങ്കോളജി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയല്ലോ? റേഡിയേഷൻ തെറാപ്പി യൂസസ് കെയർഫുള്ളി ടാർഗറ്റഡ് ആൻഡ് റെഗുലേറ്റഡ് ഡോസസ് ഓഫ് ഹൈ എനർജി റേഡിയേഷൻ ടു കിൽ ദ ക്യാൻസർ സെൽസ്. ഓക്കെ, ക്ലിയർ ആണോ പറഞ്ഞത്? ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റ് പ്രധാനമായിട്ടും ഓർക്കാം, ഓങ്കോളജി എന്ന് പറയുന്നത് ക്യാൻസർ സംബന്ധമായിട്ട് പ്രശ്നങ്ങൾ ഡീൽ ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഓങ്കോളജി എന്ന് പറയുന്നത്. അതിന് 3 വിഭാഗങ്ങളുണ്ട്: മെഡിക്കൽ ഓങ്കോളജി, സർജിക്കൽ ഓങ്കോളജി ആൻഡ് റേഡിയേഷൻ ഓങ്കോളജി. അടുത്ത ഡിപ്പാർട്ട്മെന്റിലോട്ട് നമുക്ക് പോകാം. ഒഫ്താൽമോളജി. ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ്? ഒഫ്താൽമോളജി. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്തുമായിട്ട് ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റ് ആണ്? ഐ. ഓക്കെ, കറക്റ്റ് ആണ്. ശരണ്യ നിഷി പറയുന്ന എല്ലാവർക്കും അറിയാം അല്ലെ, ഐ ആയിട്ട് ബന്ധപ്പെട്ടതാണ്. മേഘ, പ്രിന്റോ, ഓക്കെ കറക്റ്റ് ആണ്. കണ്ണ് സംബന്ധമായിട്ടുള്ള അല്ലെങ്കിൽ നേത്ര സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റിനെയാണ് നമ്മൾ ഒഫ്താൽമോളജി എന്ന് പറയുന്നത് കേട്ടോ. ജസ്റ്റ് വായിക്കാം. ദിസ് ഡിപ്പാർട്ട്മെന്റ് ഡീൽസ് വിത്ത് ഇൻവെസ്റ്റിഗേഷൻസ് ആൻഡ് ട്രീറ്റ്മെന്റ് ഓഫ് ഐ പ്രോബ്ലംസ് ഓഫ് അഡൽട്ട് ആൻഡ് ചിൽഡ്രൻ. അല്ലെ, അതായത് പ്രായം ചെന്നിട്ടുള്ള ആളുകളും പ്രായപൂർത്തിയായിട്ടുള്ള ആളുകൾക്കും അതുപോലെ തന്നെ കുട്ടികൾക്കും ഒരുപോലെ അവർക്കുണ്ടാവുന്ന നേത്ര സംബന്ധമായിട്ടുള്ള കണ്ണ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന അല്ലെ അതിന്റെ ചികിത്സ, രോഗനിർണയം, പ്രതിരോധം അവയുമായിട്ട് ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റ് ആണ് ഒഫ്താൽമോളജി എന്ന് പറയുന്നത്. ഇനി ഈ പറയുന്ന ഡിപ്പാർട്ട്മെന്റ് എന്തെല്ലാം സേവനങ്ങളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? അത് നോട്ട് ചെയ്തിട്ടുണ്ട്. എന്തൊക്കെ സേവനങ്ങളാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്? ഫസ്റ്റ് പോയിന്റ്, ജനറൽ ഐ ക്ലിനിക് അപ്പോയിന്റ്മെന്റ്. അതായത് ജനറൽ ഐ ക്ലിനിക് അപ്പോയിന്റ്മെന്റ്സ്, പൊതുവായിട്ടുള്ള ഐ ക്ലിനിക് അപ്പോയിന്റ്മെന്റ്സ് നമ്മൾ റൂട്ടീൻ ആയിട്ട് ചെയ്യുന്ന എന്താ പറയാ ഐ കെയർ ഒക്കെ ഉണ്ടല്ലോ. പതിവായിട്ട് നമ്മൾ ചെയ്യുന്ന കണ്ണ് പരിശോധനകളും മറ്റും
അപ്പൊ അങ്ങനെയുള്ള സേവനങ്ങൾ ഈ ഒരു ഡിപ്പാർട്ട്മെന്റിൽ കൊണ്ടുപോകുന്നുണ്ട്. അതുപോലെ തന്നെ ലേസർ ട്രീറ്റ്മെന്റുകൾ, ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണ് ലേസർ ട്രീറ്റ്മെന്റ്. നമ്മുടെ വിഷൻ കറക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് സ്പെക്സ് ഒന്നും ഉപയോഗിക്കാതെ തന്നെ ലേസർ ട്രീറ്റ്മെന്റ് നടത്തി നമ്മുടെ വിഷൻ കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. വളരെ കോസ്റ്റ്ലി ആണ്, ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് കൂടിയാണ് കേട്ടോ. അപ്പൊ ലേസർ ട്രീറ്റ്മെന്റുകള്. പിന്നെ വരുന്നത് നമുക്ക് അത്ര പരിചയമില്ലാത്തതാണ് ഒപ്റ്റോമെട്രി കേട്ടോ. ഒപ്റ്റോമെട്രി കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഒപ്റ്റോമെട്രി എന്ന് കേട്ടിട്ടുണ്ടോ? ഒപ്റ്റോമെട്രി കേട്ടിട്ടില്ല, ഫസ്റ്റ് ടൈം ആണോ? ഓക്കെ. അപ്പൊ ഒപ്റ്റോമെട്രി എന്ന് പറയുന്നത് ഒരു ഹെൽത്ത് കെയർ പ്രൊഫഷൻ തന്നെയാണ്. ദാറ്റ് ഫോക്കസസ് ഓൺ ദ ഐ ആൻഡ് വിഷൻ, അതായത് കണ്ണുകളും കാഴ്ചയുമായിട്ടൊക്കെ ബന്ധപ്പെടുന്ന അതിനെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ളൊരു പ്രൊഫഷനാണ് ഒപ്റ്റോമെട്രി എന്ന് പറയുന്നത്. അപ്പൊ അത് ശരിക്കും എന്തല്ല MBBS എന്ന് നമുക്ക് പറയാൻ പറ്റില്ല കേട്ടോ. അതൊരു MBBS രീതിയിലുള്ള ഒരു പഠനമല്ല, അതൊരു പാരാമെഡിക്കൽ കോഴ്സ് പോലെ BSc ഒപ്റ്റോമെട്രി എന്നൊക്കെ പറയും കേട്ടോ. അതൊരു ഗ്രാജുവേഷൻ ലെവൽ ഒരു കോഴ്സ് ആണ് കേട്ടോ. ഇറ്റ് ഈസ് എ ഹെൽത്ത് കെയർ പ്രൊഫഷൻ ആണ് ദാറ്റ് ഫോക്കസസ് ഓൺ ദ ഐ ആൻഡ് വിഷൻ. അതുപോലെ കണ്ണുകളും കാഴ്ചകളുമായിട്ടൊക്കെ ഫോക്കസ് ചെയ്യുന്ന അതിനെ ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ഹെൽത്ത് കെയർ പ്രൊഫഷൻ തന്നെയാണ് ഒപ്റ്റോമെട്രി എന്ന് പറയുന്നത്. അപ്പൊ അതിൽ വിദഗ്ധരായിട്ടുള്ള ആളുകളെ നമ്മൾ ഒപ്റ്റോമെട്രിസ്റ്റ് എന്നാണ് പറയുക കേട്ടോ. ഒപ്റ്റോമെട്രിസ്റ്റുകൾ ശരിക്കും പറഞ്ഞാൽ ഒപ്റ്റോമെട്രിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈമറി ഐ കെയർ പ്രൊവൈഡേഴ്സ് ആണ് കേട്ടോ. പ്രൈമറി ഐ കെയർ പ്രൊവൈഡേഴ്സ് എന്ന് വെച്ചാൽ പ്രാഥമികമായിട്ടുള്ള കണ്ണ് പരിശോധനകളൊക്കെ നടത്തുന്ന ഹെൽത്ത് പ്രൊഫഷണൽസ് ആണ് ഒപ്റ്റോമെട്രിസ്റ്റ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ സാധാരണ കണ്ണ് പരിശോധനകൾ നടത്താം, അതുപോലെ തന്നെ നമുക്ക് പരിശോധിച്ച് ഒരു ഗ്ലാസ് വേണം, അല്ലെങ്കിൽ ഒരു ലെൻസ് ഒക്കെ പ്രിസ്ക്രൈബ് ചെയ്യുക, അതിന്റെ പവറും കാര്യങ്ങളൊക്കെ പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുക്കാം, ഐ ഡ്രോപ്സും മറ്റും സജസ്റ്റ് ചെയ്യാം. അങ്ങനെയൊക്കെയുള്ള പ്രൈമറി ഐ കെയർ പ്രൊവൈഡേഴ്സ് ആണ് ഒപ്റ്റോമെട്രിസ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ മാത്രമല്ല അവര് എന്താ പറയുക വളരെ ട്രെയിനഡ് ആയിട്ടുള്ള പ്രൊഫഷണൽസ് തന്നെയാണ്. പിന്നെ ദേ ആർ സ്പെഷ്യലൈസ്ഡ് ഇൻ ദ നോൺ സർജിക്കൽ ഐ കെയർ ആണ് കേട്ടോ. ദേ ആർ സ്പെഷ്യലൈസ്ഡ് ഇൻ നോൺ സർജിക്കൽ ഐ കെയർ, അതായത് സർജിക്കൽ അല്ലാത്ത എന്താ പറയാ കണ്ണ് നേത്ര പരിചരണത്തില് സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ആളുകളാണ് കേട്ടോ. പക്ഷെ ഇതെല്ലാം മെഡിക്കൽ ഡോക്ടേഴ്സ് അല്ല കേട്ടോ, മെഡിക്കൽ ഡോക്ടേഴ്സ് അല്ല, അത് വേറൊരു വിഭാഗം തന്നെയാണ് ഒപ്റ്റോമെട്രിസ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഒപ്റ്റോമെട്രി എന്ന് പറയുന്നത് ജസ്റ്റ് അത്രയൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. അപ്പൊ ഒപ്റ്റോമെട്രി എന്താണെന്ന് ക്ലിയർ ആയല്ലോ. അത് പ്രൈമറി ഐ കെയർ പ്രൊവൈഡേഴ്സ് ആണ്, അത് വളരെ ട്രെയിനഡ് ആയിട്ടുള്ള പ്രൊഫഷണൽ ആണ്. അതുപോലെ തന്നെ ദേ ആർ സ്പെഷ്യലൈസ്ഡ് ഇൻ നോൺ സർജിക്കൽ ഐ കെയറിൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള പ്രൊഫഷണൽസുമാണ് കേട്ടോ. അവരെയാണ് നമ്മൾ ഒപ്റ്റോമെട്രിസ്റ്റ് എന്ന് പറയുന്നത്. അതേസമയം നമ്മൾ സർജിക്കൽ കാര്യങ്ങളും മറ്റുമൊക്കെ ചെയ്യുന്നത് ഒഫ്താൽമോളജിസ്റ്റ് ആണ്. അത് ശരിക്കും MBBS ഡോക്ടർ ആണ് കേട്ടോ. ഇവര് പക്ഷെ ഒപ്റ്റോമെട്രി എന്ന് പറയുമ്പോൾ MBBS അല്ല, അതൊരു കോഴ്സ് ആണ്, ഗ്രാജുവേഷൻ ലെവലിലുള്ളൊരു കോഴ്സ് എന്ന് നമുക്ക് പറയാൻ പറ്റും കേട്ടോ. മറ്റേത് MBBS ആണ്. സർജിക്കൽ മറ്റുള്ള കാര്യങ്ങൾ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഐ കെയറും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഒഫ്താൽമോളജിസ്റ്റ് ആയിരിക്കും കേട്ടോ. ഓക്കെ ആണല്ലോ, മനസ്സിലായല്ലോ. അത്തരത്തിലുള്ള സേവനങ്ങളൊക്കെ അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്കറിയേണ്ട മറ്റൊരു വിഭാഗമാണ് ഓർത്തോപ്റ്റിസ്റ്റ് കേട്ടോ. അതൊക്കെ നോട്ട് ചെയ്ത് വെക്കണേ. ഓർത്തോപ്റ്റിസ്റ്റ്. ഓർത്തോപ്റ്റിസ്റ്റ് എന്ന് പറഞ്ഞാൽ ആരാണെന്ന് നോക്കിയേ. Orthoptists are the experts in diagnostic and treating the defects in eye movement and problems with how the eye work together called binocular vision. അതായത് നമ്മുടെ നേത്ര ചലന വൈകല്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നതിന് വിദഗ്ധരായിട്ടുള്ള ആളുകളെയാണ് നമ്മൾ ഓർത്തോപ്റ്റിസ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. അതാണ് ഓർത്തോപ്റ്റിസ്റ്റ്. ആരാണ് ഓർത്തോപ്റ്റിസ്റ്റ് എന്ന് പറയുന്നത്? നേത്ര ചലന വൈകല്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യുന്ന വിദഗ്ധരായിട്ടുള്ള ആളുകളെയാണ് ഓർത്തോപ്റ്റിസ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. പ്രത്യേകിച്ച് എന്താണ് ഹൗ ദ ഐ വർക്ക് ടുഗദർ കോൾഡ് ബൈനോക്കുലർ വിഷൻ, അതായത് ത്രിനേത്ര ദർശനം എന്നൊക്കെ നമുക്ക് പറയും. ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു വസ്തുവിൽ രണ്ട് കണ്ണുകളും ഫോക്കസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ഒരു വസ്തുവിന്റെ കറക്റ്റ് ഡിസ്റ്റൻസും ആംഗിളൊക്കെ നമുക്ക് കറക്റ്റ് ആയിട്ട് ചെയ്യാൻ കഴിയും. അതിനാണ് നമ്മുടെ ബൈനോക്കുലർ വിഷൻ എന്ന് പറയുന്നത് അല്ലെ. നമ്മൾ ഒരേ വസ്തുവിൽ തന്നെ രണ്ട് കണ്ണുകൾ നമുക്ക് ഒരുപോലെ കേന്ദ്രീകരിച്ചിട്ടാണ് നമ്മൾ ആ ഒരു വസ്തുവിന്റെ ഡിസ്റ്റൻസും ആംഗിളൊക്കെ കൃത്യമായിട്ട് കാണുന്നത്. നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും. നിങ്ങൾ ഒരു കണ്ണടച്ച് വെച്ച് ഒരു കണ്ണുകൾ അടച്ചു വെച്ച് നോക്കി നോക്കി അപ്പൊ ആ ഡിസ്റ്റൻസിൽ ചെറിയൊരു വ്യത്യാസം നിങ്ങൾക്ക് ഫീൽ ചെയ്യും. അപ്പൊ രണ്ട് കണ്ണുകളും ഒരേ വസ്തുവിൽ ഫോക്കസ് ചെയ്യുമ്പോഴാണ് കറക്റ്റ് ഡിസ്റ്റൻസ് ആംഗിളൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. പക്ഷെ ഇത്തരം ബൈനോക്കുലർ വിഷനിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരികയാണ്, ഇപ്പൊ നേത്ര ചലന വൈകല്യങ്ങളായിട്ട് ചില ആളുകളുടെ കൃഷ്ണമണികൾ നമുക്ക് അറിയാൻ പറ്റും, ചെറിയൊരു സ്ഥാനചലനം മറ്റുമൊക്കെ ഉണ്ടായിരുന്നു അല്ലെ. അങ്ങനെയൊക്കെ ഉള്ളവരെ സംബന്ധിച്ച് എന്തുണ്ട്, അതൊക്കെ നേത്ര ചലന വൈകല്യങ്ങളാണ്. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അവർക്ക് ശരിയായ രീതിയിലായിരിക്കില്ല അവര് കാണുന്നുണ്ടാവുക, ശരിയായ അകലത്തിലും ശരിയായ അകലത്തിലൊന്നും ആയിരിക്കില്ല അവർ വസ്തുക്കളെ കാണുന്നുണ്ടാവുക. അത്തരത്തിൽ നേത്ര ചലന വൈകല്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളെ ഹാൻഡിൽ ചെയ്യുന്ന വിഭാഗമാണ് ഓർത്തോപ്റ്റിസ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ.
ഇനി കുറച്ച് നാൾ കഴിഞ്ഞ് നിങ്ങൾ ഇത് പഠിക്കുമ്പോൾ ഓർത്തോപ്റ്റിസ്റ്റ് നമ്മൾ കേൾക്കുമ്പോൾ ഓർത്തോ എന്നൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് എല്ല് സംബന്ധമായിട്ടുള്ള വിഭാഗമാണോ അങ്ങനെയൊക്കെ ഒരു കൺഫ്യൂഷൻ പിന്നീട് വരാം. ഇപ്പൊ കേൾക്കുമ്പോൾ വരില്ല, കുറച്ച് കഴിയുമ്പോൾ അങ്ങനെ തോന്നാം. അങ്ങനെ കൺഫ്യൂസ്ഡ് ആവരുത്, ഇപ്പൊ തന്നെ ക്ലിയർ ചെയ്ത് പോകണം കേട്ടോ. ഓർത്തോപ്റ്റിസ്റ്റ് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി. ഓക്കെ, ഇനി നോക്കൂ. ദ വേർഡ് ഓർത്തോപ്റ്റിക് കംസ് ഫ്രം ദ ഗ്രീക്ക് വേർഡ്സ് ഓർത്തോസ്. ഇനി ഓർത്തോപ്റ്റിക് എന്ന് പറയുന്ന വാക്കിന്റെ ഒറിജിനേഷൻ എവിടെ നിന്നാണ് പറയുന്നത് കേട്ടോ. അതൊരു ഗ്രീക്ക് പദത്തിൽ നിന്നുമാണ് അത് ഒറിജിനേറ്റ് ചെയ്ത് വന്നത് കേട്ടോ. ഓർത്തോപ്റ്റിക് എന്ന് പറയുന്ന വേർഡ് ഒറിജിനേറ്റ് ചെയ്തത് ഒരു ഗ്രീക്ക് പദത്തിൽ നിന്നാണ്. ഏതൊക്കെയാണ് ആ ഗ്രീക്ക് വേർഡ്? ഒന്ന് ഓർത്തോസ്. ഓർത്തോസ് എന്ന് പറയുന്ന ഗ്രീക്ക് പദത്തിന്റെ അർത്ഥം നോക്കിയേ, വിച്ച് മീൻസ് സ്ട്രെയിറ്റ് എന്നാണ് കേട്ടോ. നേരായത്, സ്ട്രെയിറ്റ്, നേരായത് എന്നുള്ള അർത്ഥമാണ് കേട്ടോ. ഒപ്റ്റിക്കോസ്, എന്താണ് ഒപ്റ്റിക്കോസിന്റെ അർത്ഥം? എന്താണ്? വിച്ച് മീൻസ് റിലേറ്റീവ് ടു സൈറ്റ്, കാഴ്ചയുമായിട്ട് ബന്ധപ്പെട്ടത്. കാഴ്ചയുമായിട്ട് ബന്ധപ്പെട്ടത്, റിലേറ്റീവ് ടു സൈറ്റ്. അപ്പൊ അതൊന്ന് ചേർത്ത് പറഞ്ഞു നോക്കി. ഓർത്തോപ്റ്റിക് എന്ന് പറയുന്നത് എന്താ ഉദ്ദേശിക്കുന്നത്? നേരായ കാഴ്ചയുമായിട്ട് ബന്ധപ്പെട്ടത്, ശരിയായിട്ടുള്ള വിഷൻ അല്ലെങ്കിൽ കാഴ്ചയുമായിട്ട് ബന്ധപ്പെട്ടത് എന്നർത്ഥം വരുന്ന ഒരു പദമാണ് ഓർത്തോപ്റ്റിക് എന്ന് പറയുന്നത് കേട്ടോ. ക്ലിയർ ആയോ? ഓക്കെ ആണോ? ഇനി നമുക്കൊരു വിഭാഗം കൂടെ ഉണ്ട്, ഒഫ്താൽമിക് ഇമേജിംഗ് കേട്ടോ. എന്താണ് ഒഫ്താൽമിക് ഇമേജിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇറ്റ് ഈസ് ദ യൂസ് ഓഫ് സ്പെഷ്യലിസ്റ്റ് എക്യുപ്മെന്റ് ടു ക്രിയേറ്റ് ദ ഡീറ്റെയിൽഡ് ഇമേജസ് ടു സപ്പോർട്ട് ദ ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ് ഓഫ് എ റേഞ്ച് ഓഫ് ഐ കണ്ടീഷൻസ്. അതായത് വിവിധ തരത്തിലുള്ള ഈ പറയുന്ന നേത്ര രോഗങ്ങളെയൊക്കെ ചികിത്സിക്കുന്നതിന് അല്ലെങ്കിൽ രോഗനിർണയം നടത്തുന്നതിനായിട്ട് നമുക്ക് അതിന്റെ വിശദമായിട്ടുള്ള ചിത്രങ്ങൾ എടുക്കേണ്ടതുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ആ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇമേജസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ സ്പെഷ്യലിസ്റ്റ് എക്യുപ്മെന്റുകളൊക്കെ ഉപയോഗിക്കുന്ന ആ ഒരു പ്രോസസ്, ആ ഒരു പ്രൊസീജിയറിനെയാണ് നമ്മൾ ഒഫ്താൽമിക് ഇമേജിംഗ് എന്ന് പറയുന്നത് കേട്ടോ. ഒഫ്താൽമിക് ഇമേജിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ വിവിധ തരത്തിലുള്ള നേത്രരോഗ പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യുന്നതിനായിട്ട് നമുക്ക് അവയുടെ ഇമേജ് എടുക്കേണ്ടതുണ്ട്. ആ ഇമേജ് എടുക്കുന്നതിനായിട്ട് സ്പെഷ്യലിസ്റ്റ് എക്യുപ്മെന്റുകളൊക്കെ ഉപയോഗിക്കുന്ന ആ ഒരു പ്രൊസീജിയറിനെയാണ് നമ്മൾ ഒഫ്താൽമിക് ഇമേജിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയോ പറഞ്ഞത്? ഒഫ്താൽമോളജി ഓക്കെ ആണോ? ഒഫ്താൽമോളജി എന്ന് പറഞ്ഞാൽ കണ്ണ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യുന്ന ഒരു വിഭാഗമാണ്. എന്തൊക്കെ സേവനങ്ങളാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്? ജനറൽ ഐ ക്ലിനിക് അപ്പോയിന്റ്മെന്റ്, ലേസർ ട്രീറ്റ്മെന്റുകൾ, ഒപ്റ്റോമെട്രി. ഒപ്റ്റോമെട്രി എന്ന് പറഞ്ഞാൽ ഒരു പ്രൈമറി ഹെൽത്ത് കെയർ പ്രൊഫഷൻ ആണ്, ദാറ്റ് ഫോക്കസസ് ഓൺ ദ ഐ ആൻഡ് വിഷൻ. ഓർത്തോപ്റ്റിക് എന്ന് പറഞ്ഞാൽ ചലന വൈകല്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നത് വിദഗ്ധരായിട്ടുള്ള ആളുകളെയാണ് ഓർത്തോപ്റ്റിക്സ് എന്ന് പറയുന്നത്. അത് ഡിറൈവ് ചെയ്തത് ഓർത്തോസ് എന്ന് പറയുന്ന ഓർത്തോസ് അതുപോലെ ഒപ്റ്റിക്കോസ് എന്ന് പറയുന്ന രണ്ട് ഗ്രീക്ക് വേർഡ്സിൽ നിന്നുമാണ് ഈ ഒരു വാക്ക് ഒറിജിനേറ്റ് ചെയ്ത് വന്നത്. അതിന്റെ മീനിങ് ഇതാണ്, നേരായ കാഴ്ചയുമായി ബന്ധപ്പെട്ടത് കേട്ടോ. അതാണ് എന്റെ അർത്ഥം. അതുപോലെ ഒഫ്താൽമിക് ഇമേജിംഗ്, ഇതാണ് ക്ലിയർ ആയോ? ഓക്കെ ആണോ? ഒഫ്താൽമോളജി ഓക്കെ ആണോ? നിങ്ങൾക്ക് മനസ്സിലായില്ലേ? വായിച്ചു നോക്കാം. അടുത്തത് നെക്സ്റ്റ് വിഭാഗമാണ് ഓർത്തോപീഡിക്സ്. അത് നമുക്കറിയാം അല്ലെ. ഓർത്തോപീഡിക്സ് എന്തുമായിട്ട് ഓർത്തോ എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ബോൺ സംബന്ധം, അത് മെയിൻ കറക്റ്റ്. എല്ല് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടെ മസ്കുലോ സ്കെലറ്റൽ സിസ്റ്റം അല്ലെ, നമ്മുടെ അസ്ഥിവ്യൂഹവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന ഒരു വിഭാഗമാണ് ഓർത്തോപീഡിക്സ് എന്ന് പറയുന്നത് അല്ലെ. ഓക്കെ, this department handles problems that affect the musculoskeletal system അല്ലെ, നമ്മുടെ അസ്ഥിവ്യൂഹവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളെയൊക്കെ കൈകാര്യം ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഓർത്തോപീഡിക്സ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, എന്തൊക്കെ ട്രീറ്റ്മെന്റുകളാണ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് നോക്കിയേ. ദാറ്റ് ഇൻക്ലൂഡ്സ്, ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വരുന്നത് എന്തൊക്കെ ട്രീറ്റ്മെന്റുകളാണ് നോക്കിയേ. ദാറ്റ് ഇൻക്ലൂഡ്സ് ട്രീറ്റിംഗ് ബോൺസ് എന്നാണ് കേട്ടോ. അവിടെ ബോണസ് എന്നാണ് എഴുതി വെച്ചേക്കുന്നത്, നമുക്ക് തിരുത്തണം കേട്ടോ. ബോൺസ് എന്നാക്കണം, ബോൺസ് എന്നാണ് എഴുതി വെച്ചേക്കുന്നത് കേട്ടോ. ഓക്കെ, ഇറ്റ് ഇൻക്ലൂഡ്സ് ദ ട്രീറ്റിംഗ് ബോൺസ്, അതെ മസിലുകള്. ബോൺസ് എന്ന് പറയുമ്പോൾ അസ്ഥികളാണ് കേട്ടോ. ഓക്കെ, അസ്ഥികളെ ട്രീറ്റ് ചെയ്യുക, അതുപോലെ മസിൽസ്, പേശികള്, പിന്നെ ടെൻഡൻസ്. കാരണം ടെൻഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ടെൻഡൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അസ്ഥികളെ പേശികളുമായിട്ട് ബന്ധിപ്പിക്കുന്ന ആ ഒരു കണക്റ്റീവ് ടിഷ്യൂനെയാണ് നമ്മള് ടെൻഡൻ എന്ന് പറയുന്നത് കേട്ടോ. ജസ്റ്റ് അവിടെ നിന്ന് ജസ്റ്റ് എഴുതി വെച്ചാൽ മതി. ബോൺ ടു മസിൽ കണക്ഷൻ എഴുതി വെച്ചാൽ മതി കേട്ടോ. ബോൺ ടു മസിൽ കണക്ഷൻ, അതായത് അസ്ഥിനെ പേശിയുമായിട്ട് ബന്ധിപ്പിക്കുന്ന ആ ഒരു കണക്റ്റീവ് ടിഷ്യൂസ് ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ ടെൻഡൻ എന്ന് പറയുന്നത് കേട്ടോ. ടെൻഡൻ. അപ്പൊ ടെൻഡൻ എന്ന് പറഞ്ഞാൽ ബോൺ ടു മസിൽ കണക്ഷൻ ആണ് കേട്ടോ. അസ്ഥിയെ പേശിയുമായിട്ട് ബന്ധിപ്പിക്കുന്ന ആ ഒരു കണക്ഷനെയാണ് നമ്മൾ ടെൻഡൻ എന്ന് പറയുന്നത്. പിന്നെ എന്താണ് ലിഗമെന്റ്സ്? ലിഗമെന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബോൺ ടു ബോൺ കണക്ഷൻ ആണ് കേട്ടോ. അസ്ഥിയുമായിട്ട് തന്നെ കണക്ട് ചെയ്യുക, അസ്ഥികൾ തമ്മിൽ പരസ്പരം കണക്ട് ചെയ്യുന്നതാണ് ലിഗമെന്റ്സ് എന്ന് പറയുന്നത്
കേട്ടോ, മാറിപ്പോകരുത് കേട്ടോ. അപ്പൊ ടെൻഡൻ എന്ന് പറഞ്ഞാൽ ബോൺ ടു മസിൽ ആണ്, ലിഗമെന്റ് എന്ന് പറഞ്ഞാൽ ബോൺ ടു ബോണിനെ കണക്ട് ചെയ്യുന്ന കണക്റ്റീവ് ടിഷ്യൂസ് ആണ് കേട്ടോ. ഓക്കെ, അതുപോലെ തന്നെ ടെൻഡൻസ് നമ്മൾ പറഞ്ഞതാണ് റീപ്ലേസ് ബോൺസ് ലൈക്ക് ഹിപ്പ് റീപ്ലേസ്മെന്റ്, അതായത് ഹിപ്പിലിന്റെ ഒക്കെ വരുന്ന റീപ്ലേസ്മെന്റ്, അതുപോലെ നീ ക്യാപ്പ് റീപ്ലേസ്മെന്റ്, മുട്ട് മാറ്റി വെക്കൽ, അങ്ങനെയുള്ള പ്രൊസീജിയറുകളൊക്കെ ഏത് ഡിപ്പാർട്ട്മെന്റിലാണ് ഹാൻഡിൽ ചെയ്യുന്നത്? ഓർത്തോപീഡിക്സ് ഡിപ്പാർട്ട്മെന്റ് അല്ലെ. ബോൺ സംബന്ധമായിട്ട്, മസിൽ സംബന്ധമായിട്ട്, ടെൻഡൻസ്, ലിഗമെന്റ്സ്, അതുപോലെ ഹിപ്പ് റീപ്ലേസ്മെന്റ്, നീ ക്യാപ്പ് റീപ്ലേസ്മെന്റ്, അങ്ങനെയുള്ള സേവനങ്ങളെല്ലാം തന്നെ പ്രൊവൈഡ് ചെയ്യുന്നത് ഓർത്തോപീഡിക്സ് ഡിപ്പാർട്ട്മെന്റ് ആണ് കേട്ടോ. പിന്നെ അതിന് പുറമെ എന്താണ്, അതർ ഔട്ട് പേഷ്യന്റ് സർവീസസ് ആൾസോ ഇൻക്ലൂഡ് ട്രീറ്റിംഗ് ഫ്രാക്ചേഴ്സ് ആൻഡ് ഡിസ്ലൊക്കേറ്റഡ് ജോയിന്റ്സ് അല്ലെ. അതുപോലെ തന്നെ ഫ്രാക്ചർ ഒക്കെ വരുമ്പോൾ നമ്മൾ വീടിന് കയ്യോ കാലോ പൊടിയ, അല്ലെങ്കിൽ നമ്മുടെ ജോയിന്റ് ഒക്കെ ഡിസ്ലൊക്കേറ്റ് ആവാം, സന്ധികൾക്കൊക്കെ വല്ല തേയ്മാനോ അല്ലെങ്കിൽ ഡിസ്ലൊക്കേഷൻ വരുമ്പോൾ അത്തരം സേവനങ്ങളും ഏത് ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്? ഓർത്തോപീഡിക്സ് ഡിപ്പാർട്ട്മെന്റ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? ഓക്കെ ആണോ? നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്, ഇതല്ല എല്ലാം അറിയാവുന്നതാണ് ഓർത്തോപീഡിക്സ്. അടുത്ത ഡിപ്പാർട്ട്മെന്റിലോട്ട് നമുക്ക് പോവാം കേട്ടോ. നെക്സ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഇത് ക്ലിയർ ആയി എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. ആർക്കും ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യാം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആണ് പീഡിയാട്രിക്സ് ആൻഡ് നിയോനാറ്റോളജി കേട്ടോ. അതാണ് പീഡിയാട്രിക്സ് ആൻഡ് നിയോനാറ്റോളജി. ഇത് രണ്ടും അറിയാം അല്ലെ. പീഡിയാട്രിക്സ് എന്താണ്? കുട്ടികളെ അല്ലെ, കുട്ടികള് സംബന്ധമായിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളെയൊക്കെ കൈകാര്യം ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് പീഡിയാട്രിക്സ് എന്നുള്ളത് നമുക്കറിയാം. നിയോനാറ്റോളജി എന്ന് പറയുന്നത് എന്തായിരിക്കും? ന്യൂ ബോൺ ബേബീസ് ആണ് കേട്ടോ. നിയോ എന്ന വാക്കിന്റെ അർത്ഥം ന്യൂ എന്നാണ് കേട്ടോ. നിയോ എന്ന വാക്കിന്റെ അർത്ഥം ന്യൂ എന്നാണ്. അപ്പൊ ന്യൂ ബോൺ ബേബീസ് നവജാത ശിശുക്കളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വരുന്ന പ്രശ്നങ്ങളെയൊക്കെ കൈകാര്യം ചെയ്യുന്ന വിഭാഗമാണ് നിയോനാറ്റോളജി എന്ന് പറയുന്നത്. രണ്ടും ഒരുമിച്ച് നമുക്കൊന്ന് പഠിക്കാം. The Department of General Pediatrics provided comprehensive outpatient and inpatient care for the sick infants and children അല്ലെ. അതായത് ഈ അസുഖബാധിതരായിട്ടുള്ള ശിശുക്കള്, അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ അവരുടെ പരിചരണങ്ങൾ കൊടുക്കുന്ന, അവരുടെ ട്രീറ്റ്മെന്റ്, അവരുടെ എന്താ പറയുക രോഗനിർണയം, പ്രതിരോധം ഇവയുമായിട്ടൊക്കെ ബന്ധപ്പെടുന്ന ഒരു വിഭാഗമാണ് പീഡിയാട്രിക്സ് എന്ന് പറയുന്നത്. അത്രയും എനിക്ക് മനസ്സിലാക്കാറുള്ളൂ കേട്ടോ. ഇനി എന്താണ് നിയോനാറ്റോളജി എന്ന് പറഞ്ഞാല് അതിനോട് ചേർത്ത് തന്നെ പഠിക്കാം. നിയോനാറ്റോളജി is a subspecialty of pediatrics that provides medical care to the newborn child, especially the ill or premature newborn infant അല്ലെ. നിയോനാറ്റോളജി എന്ന് പറയുന്നത് എന്താണ്? പീഡിയാട്രിക്സിന്റെ തന്നെ ഒരു ഉപവിഭാഗമാണ് അല്ലെ. ഇറ്റ്സ് ദ സബ്സ്പെഷ്യാലിറ്റി ഓഫ് പീഡിയാട്രിക്സ്. പീഡിയാട്രിക്സിന്റെ തന്നെ ഒരു ഉപവിഭാഗമാണ് നിയോനാറ്റോളജി എന്ന് പറയുന്നത്. അത് വന്നിട്ട് നവജാത ശിശുക്കൾക്ക് പ്രത്യേകിച്ച് എന്താണ്? അസുഖബാധിതരായിട്ട് ജനിക്കുന്ന കുഞ്ഞുങ്ങളുണ്ടായിരിക്കും ശിശുക്കൾ, അതുപോലെ തന്നെ പ്രിമച്വർ ബേബീസ് ഉണ്ടായിരിക്കും, മാസം തിരിയാതെ പ്രസവിക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാവില്ലേ. അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ പരിചരണം കൊടുക്കുന്ന, ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുക്കുന്ന ഒരു വിഭാഗമാണ് പീഡിയാട്രിക്കിന്റെ തന്നെ സബ്സ്പെഷ്യാലിറ്റി ആണ് എന്ന് പറയുന്നത് നിയോനാറ്റോളജി എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ ആണല്ലോ? It is a hospital-based specialty and is usually practiced in neonatal intensive care unit അഥവാ NICU. അപ്പൊ നിങ്ങൾ പഠിക്കണം NICUന്റെ ഫുൾ ഫോം എന്താണ്? NICUന്റെ ഫുൾ ഫോം പഠിക്കണം കേട്ടോ. മുൻവർഷ ക്വസ്റ്റ്യൻ ആണ്. നിയോനാറ്റൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ്. അതാണ് നിയോനാറ്റൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ്. ഇത്തരം NICUയിലൂടെയാണ് നമ്മൾ നവജാത ശിശുക്കൾക്ക് എന്ത് കൊടുക്കുന്നത്? ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത്. അതൊരു ഹോസ്പിറ്റൽ ബേസ്ഡ് ആയിട്ടുള്ള ഒരു സ്പെഷ്യാലിറ്റി തന്നെയാണ് അല്ലെ. Okay, medical care is given to babies who are premature and low birth weight with the intrauterine growth retardation, birth defects, etc. അപ്പൊ പറഞ്ഞ ഈ പോയിന്റ് ആണ്. അതായത് പ്രിമച്വർ ആയിട്ടുള്ള കുഞ്ഞുങ്ങള്, മാസം തികയാതെ ജനിക്കുന്ന കുഞ്ഞുങ്ങൾ. അപ്പൊ മാസം തികയാതെ ജനിക്കുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ട് എന്തായിരിക്കും? അവർക്ക് ബർത്ത് വെയിറ്റ് കുറവായിരിക്കും അല്ലെ. അവർക്ക് വേണ്ടത്ര ശരീരഭാരം ഉണ്ടായിരിക്കില്ല. വിത്ത് ഇൻട്രായൂട്രൈൻ ഗ്രോത്ത് റിട്ടാർഡേഷൻ. ഇൻട്രായൂട്രൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് പ്രഗ്നൻസി ടൈമിൽ തന്നെ യൂട്രസിൽ ഇരിക്കുമ്പോൾ തന്നെ കുഞ്ഞുങ്ങൾക്ക് എന്താണ്? വളർച്ചയിൽ മുരടിപ്പ് ഉണ്ടാവാം അല്ലെ. അതാണ് ഗ്രോത്ത് റിട്ടാർഡേഷൻ അല്ലെ. വളർച്ചയിൽ മുരടിപ്പ് ഉണ്ടാവാം പ്രഗ്നൻസി ടൈമിൽ തന്നെ. നമ്മൾ സാധാരണ നമ്മൾ സ്കാനിങ് ചെയ്യും അല്ലെ. ഓരോ 3 മാസം അല്ലെങ്കിൽ ഒരു മാസം കൂടുമ്പോൾ നമ്മൾ സ്കാൻ ചെയ്യും. അപ്പൊ ഓരോ മാസത്തിനനുസരിച്ചുള്ള ഒരു വളർച്ച കുഞ്ഞിന് ഉണ്ടായിരിക്കണം. അപ്പൊ ഇങ്ങനെ ഗ്രോത്ത് റിട്ടാർഡേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള എന്താ പറയുക വളർച്ച കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാവില്ല. ആ രീതിയിലുള്ള ഇൻട്രായൂട്രൈൻ ഗ്രോത്ത് റിട്ടാർഡേഷൻ, ബർത്ത് ഡിഫക്റ്റുകൾ, ജനന വൈകല്യങ്ങൾ, അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കൊക്കെ ഇവിടെ
സേവനങ്ങൾ കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പീഡിയാട്രിക് സർജറി ഇസ് ദ ഡിപ്പാർട്ട്മെന്റ് ദാറ്റ് ഡീൽസ് വിത്ത് ഓൾ സർജിക്കൽ കണ്ടീഷൻസ് ഫ്രം ബർത്ത് ടു ദ ഏജ് ഓഫ് 15 ഇയേഴ്സ് കേട്ടോ. അതായത് ജനനം മുതൽ 15 വയസ്സ് വരെയുള്ള കുട്ടികളുടെ സർജിക്കൽ കണ്ടീഷൻസുകളൊക്കെ കൈകാര്യം ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് പീഡിയാട്രിക് സർജറി എന്ന് പറയുന്നത്. അത് പീഡിയാട്രിക് സർജറി എന്ന് പറയുമ്പോൾ സർജിക്കൽ കണ്ടീഷൻസ് ഒക്കെ കൈകാര്യം ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ്. ജനനം മുതൽ 15 വയസ്സ് വരെയുള്ള കുട്ടികൾ അവരെയാണ്, ആ വിഭാഗത്തിനെയാണ് അവിടെ എന്താണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ക്ലിയർ ആണല്ലോ? ഓക്കെ. അപ്പൊ പീഡിയാട്രിക്സ് എന്താണ്, അതിന്റെ സബ് സ്പെഷ്യാലിറ്റി ആണ് നിയോനാറ്റോളജി എന്ന് പറയുന്നത്. NICUന്റെ ഫുൾ ഫോം നിങ്ങൾ പഠിച്ചു വെക്കണം. നിയോനാറ്റൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ് എന്തൊക്കെ സേവനങ്ങളാണ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് കൃത്യമായിട്ട് ക്ലിയർ ചെയ്തിരിക്കുക കേട്ടോ. ഓക്കെ, മനസ്സിലായോ? മനസ്സിലായില്ലേ? ഓക്കെ ആണോ? ബോറടിക്കുന്നുണ്ടോ നിങ്ങൾക്ക്? ബോറടിക്കുന്നില്ല? ആർക്കൊരു ഉഷാറില്ലല്ലോ. നെക്സ്റ്റ് ഇച്ചിരി വലിയ ചാപ്റ്റർ ആണ്, അതുകൊണ്ടാണ് കേട്ടോ. അടുത്തതാണ് സൈക്യാട്രി കേട്ടോ. നെക്സ്റ്റ് വിഭാഗമാണ് സൈക്യാട്രി. അറിയാലോ, മനോരോഗ വിഭാഗമാണ് അല്ലെ സൈക്യാട്രി എന്ന് പറയുന്നത്. സൈക്യാട്രി ഈസ് ദ ബ്രാഞ്ച് ഓഫ് മെഡിസിൻ ദാറ്റ് ഡീൽസ് വിത്ത് ദ ഡയഗ്നോസിസ്, ട്രീറ്റ്മെന്റ് ആൻഡ് പ്രിവെൻഷൻ ഓഫ് ഇമോഷണൽ, ബിഹേവിയറൽ ഓർ കോഗ്നിറ്റീവ് ഡിസ്റ്റർബൻസ് അല്ലെ. അതായത് അറിയാലോ നമുക്ക്, അതായത് മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളെയൊക്കെ കൈകാര്യം ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് സൈക്യാട്രി വിഭാഗം അല്ലെ. ഇമോഷണൽ ആയിട്ടുള്ള, വൈകാരികമായിട്ടുള്ള, ബിഹേവിയർ പെരുമാറ്റപരമായിട്ടുള്ള, കോഗ്നിറ്റീവ് ആയിട്ടുള്ള, കോഗ്നിറ്റീവ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ, വൈജ്ഞാനികമായിട്ടുള്ള നമ്മുടെ ബുദ്ധി, നമ്മുടെ ചിന്ത, നമ്മുടെ ഓർമ്മ, അതുപോലെ തന്നെ നമ്മൾക്ക് പ്രവർത്തിക്കാനുള്ള ഒരു കഴിവ് അല്ലെ, നല്ല രീതിയിൽ പ്രവർത്തിക്കാനുള്ള ആ ഒരു കഴിവ്, നമ്മുടെ ക്രിയേറ്റിവിറ്റി, ഇതൊക്കെ നമ്മുടെ കോഗ്നിറ്റീവ് ഫംഗ്ഷന്റെ ഭാഗമാണ് അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള പ്രശ്നങ്ങളെയൊക്കെ കൈകാര്യം ചെയ്യുന്ന, അതിന്റെ ചികിത്സ, അതിന്റെ ട്രീറ്റ്മെന്റ്, അതിന്റെ പ്രതിരോധം, ഇവയുമായിട്ട് ബന്ധപ്പെടുന്ന ഒരു വിഭാഗമാണ് സൈക്യാട്രി എന്ന് പറയുന്നത്. മനോരോഗ വിഭാഗമാണത്. This department deals with the investigating and treating patients with a wide range of mental illnesses and disorders. അല്ലെ, വിവിധ തരത്തിലുള്ള മാനസിക തകരാറുകള് അല്ലെങ്കിൽ ഡിസോർഡേഴ്സ് ട്രീറ്റ് ചെയ്യുന്ന അങ്ങനെയുള്ള വിവിധ തരത്തിലുള്ള പല റേഞ്ചിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുമല്ലോ. ഈ ഇമോഷണൽ ആയിട്ടും ബിഹേവിയറൽ ആയിട്ടൊക്കെ വരുന്ന പ്രശ്നങ്ങളെയൊക്കെ എന്താണ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്ന, കൈകാര്യം ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ്. ഓക്കെ. സം സർവീസസ് ഇൻക്ലൂഡിങ്, എന്തൊക്കെ സേവനങ്ങളാണ് ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നത്? സേവനങ്ങൾ തന്നിട്ട് ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് ചോദിക്കുക. അപ്പൊ ഇതിലുള്ള കൊടുത്തിട്ടുള്ള സർവീസുകൾ നിങ്ങൾ കൃത്യമായിട്ട് നോട്ട് ചെയ്തിരിക്കാം. സം സർവീസസ് ഇൻക്ലൂഡ്, എന്തൊക്കെ സേവനങ്ങളാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത് സൈക്യാട്രി ഡിപ്പാർട്ട്മെന്റ്? പ്രൊവൈഡിങ് സൈക്കോ സോഷ്യൽ കൗൺസിലിംഗ് അല്ലെ, പ്രൊവൈഡിങ് സൈക്കോ സോഷ്യൽ കൗൺസിലിംഗ്, അതായത് മാനസികമായിട്ടുള്ള, സാമൂഹികമായിട്ടുള്ള കൗൺസിലിംഗ് കൊടുക്കും അല്ലെ. ഈ സൈക്കോ സോഷ്യൽ കൗൺസിലിംഗ് എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിക്ക് മാത്രമായിട്ട് കൊടുക്കുന്നതല്ല കേട്ടോ. ആ ഒരു വ്യക്തി ഉൾപ്പെടുന്ന ഒരു ഗ്രൂപ്പിനാവാം, അതിന്റെ ഒരു പോപ്പുലേഷൻ, അതിന്റെ ഒരു കമ്മ്യൂണിറ്റിക്ക് ആയിരിക്കും നമ്മൾ ആ ഒരു കൗൺസിലിംഗ് കൊടുക്കുന്നത്. പ്രത്യേകിച്ച് നമ്മളിപ്പം കഴിഞ്ഞ വർഷം നമ്മുടെ വയനാട് ചുഴലിമലയുടെ ഉരുൾപൊട്ടലൊക്കെ ഉണ്ടായിട്ട് ഒത്തിരി ആളുകൾ മരണപ്പെട്ട ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പൊ വാർത്തയിലൊക്കെ പറയുന്നുണ്ടായിരുന്നു അല്ലെ, അവർക്കൊരു ഒരു കൗൺസിലിങ്ങിന് അവരെ വിധേയമാക്കണം. കാര്യം എന്താണ്, പെട്ടെന്ന് അതുവരെ ഉണ്ടായിരുന്ന ആൾക്കാർ പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് ഇല്ലാതായി. അതായത് കാലഘട്ട സാഹചര്യങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ളൊരു അവസ്ഥയായിരുന്നു. അപ്പൊ ആ ഒരു സിറ്റുവേഷനെ അവരെ ഹാൻഡിൽ ചെയ്യാനായിട്ട് അവർക്ക് ഒരു കൗൺസിലിംഗ് കൊടുക്കണം. അപ്പൊ അവിടെ നമ്മളൊരു പോപ്പുലേഷനാണ് അവിടെ കൊടുക്കുന്നത്, ഒരു കൂട്ടം ആളുകൾക്കാണ്, പീപ്പിൾസിനാണ് നമ്മൾ അവിടെ കൊടുക്കുന്നത് അല്ലെ. ആ രീതിയിലുള്ള സൈക്കോ സോഷ്യൽ കൗൺസിലിംഗ് പ്രൊവൈഡ് ചെയ്യാം. അതുപോലെ തന്നെ ഇൻവെസ്റ്റിഗേറ്റിംഗ്, ഡയഗ്നോസിംഗ് ആൻഡ് ട്രീറ്റിംഗ് സൈക്യാട്രിക് ഇൽനെസ്. അറിയാലോ, അതായത് മനോരോഗ പ്രശ്നങ്ങളൊക്കെ കൃത്യമായിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് ഡയഗ്നോസ് ചെയ്ത് അതിന് വേണ്ടി ട്രീറ്റ്മെന്റുകൾ കൊടുക്കുക. പിന്നെ എന്താണ്, കണ്ടക്ടിങ് IQ ടെസ്റ്റുകൾ കേട്ടോ. IQ എന്താണ്? IQ എന്ന് പറഞ്ഞാല് ഇന്റലിജൻസ് കോഷ്യന്റ് എന്നാണ് കേട്ടോ പറയാം. ഇന്റലിജൻസ് കോഷ്യന്റ് എന്നാണ് ഇതിന്റെ പൂർണ്ണ രൂപം. IQ എന്ന് പറയുന്നത് ഭയങ്കര IQ ഉള്ള ആളാണ് പറയുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു ബുദ്ധി അളക്കുന്ന ഒരു യൂണിറ്റ് ആണ് IQ എന്ന് പറയുന്നത്. സാധാരണ നമ്മുടെ എഡ്യൂക്കേഷണൽ സൈക്കോളജിയിലൊക്കെയാണ് അതിന്റെ ഒരു പ്രാധാന്യം വരുന്നത്. അതിൽ കൃത്യമായിട്ടൊരു ചാപ്റ്റർ ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതായത് ഇപ്പൊ 120, 130 ആ റേഞ്ചിലൊക്കെ IQ വരുന്ന ആളുകൾ എന്ന് വെച്ചാൽ വെരി ജീനിയസ് ആയിരിക്കും. പിന്നെ അതിന്റെ താഴോട്ട് പോകും തോറും ആവറേജ്, ബിലോ ആവറേജ്, പിന്നെ മോറോൺ, ഇമ്പസൈസ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരു റേഞ്ചുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള IQ ടെസ്റ്റുകളൊക്കെ കണ്ടക്ട് ചെയ്യുന്നത് സൈക്യാട്രി ഡിപ്പാർട്ട്മെന്റുകളാണ് കേട്ടോ. IQ ടെസ്റ്റ്. ഓക്കെ. പിന്നെന്താണ്, ഡി അഡിക്ഷൻ സർവീസസ് അല്ലെ. ഡി അഡിക്ഷൻ സേവനങ്ങൾ, പ്രത്യേകിച്ച് ആൽക്കഹോള്, ഡ്രഗ്സ്, അതിനോടൊക്കെയുള്ള ഒരു അഡിക്ഷൻ ട്രീറ്റ്മെന്റുകളൊക്കെ പ്രൊവൈഡ് ചെയ്യും.
അഡിക്ഷൻ എന്ന് പറയുന്നത് ഒരു തരം മെന്റൽ ഡിസോർഡർ ആണ് അല്ലെ. അതിനോട് വല്ലാത്തൊരു അഡിക്ഷൻ ആവാം എന്ന് പറയുന്നത് ഒരു തരം മെന്റൽ ഡിസോർഡർ തന്നെയാണ്. അപ്പൊ അത്തരത്തിലുള്ള ഡേ അഡിക്ഷൻ സേവനങ്ങൾ ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്? സൈക്യാട്രി ഡിപ്പാർട്ട്മെന്റ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, എന്തൊക്കെ സേവനങ്ങളാണ് നമ്മൾ പറഞ്ഞത്? പ്രൊവൈഡിങ് സൈക്കോസോഷ്യൽ കൗൺസിലിംഗ്, investigating, diagnosing and treating psychiatric illness, conducting IQ test, de-addiction services. കേട്ടോ. ഇത്തരം സേവനങ്ങൾ ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് ചോദിച്ചാൽ നിങ്ങൾ പറയുന്നത് സൈക്യാട്രിക് ഡിപ്പാർട്ട്മെന്റുകളുടെ സർവീസസ് ആണ് കേട്ടോ. ഓക്കെ ആണല്ലോ? ഓക്കെ ആണല്ലോ? നെക്സ്റ്റ് വരുന്നത് കേട്ടോ പൾമണോളജി ഡിപ്പാർട്ട്മെന്റ്. എന്താണ് പൾമണോളജി എന്ന് പറയുമ്പോൾ? പൾമണോളജി ഏതുമായിട്ട് ബന്ധപ്പെട്ടതാണ്? നമ്മുടെ ശ്വസന വ്യവസ്ഥ അല്ലെങ്കിൽ ശ്വാസകോശവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു വിഭാഗമാണ് പൾമണോളജി എന്ന് പറയുന്നത്. കറക്റ്റ് ആണ് കേട്ടോ. നെഹനൻസുമായിട്ട് ബന്ധപ്പെട്ട വിഭാഗങ്ങൾ. Pulmonology is the medical specialty that deals with the diagnosis and treatment of diseases of the lungs or respiratory system. റെസ്പിറേറ്ററി സിസ്റ്റം എന്ന് പറയുന്നത് നമ്മുടെ ശ്വസന വ്യവസ്ഥയാണ്. ശ്വസന വ്യവസ്ഥയും അതുപോലെ തന്നെ ശ്വാസകോശവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ചികിത്സകള്, അത്തരം രോഗങ്ങളുടെ ചികിത്സ, എന്താ പറയുക, രോഗങ്ങളുടെ പ്രതിരോധം, ഇവയെല്ലാം കൈകാര്യം ചെയ്യുന്ന ഒരു മെഡിക്കൽ സ്പെഷ്യാലിറ്റിയാണ് പൾമണോളജി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിന്റെ മറ്റു പേരുകൾ അവിടെ കൊടുത്തിട്ടുണ്ട്, അത് ഇമ്പോർട്ടന്റ് ആണ്, നോട്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇറ്റ് ഈസ് ആൾസോ നോൺ ആസ് റെസ്പിറോളജി, റെസ്പിറേറ്ററി മെഡിസിൻ ഓർ ചെസ്റ്റ് മെഡിസിൻ. ഇതൊക്കെ പേരുകളാണ്. റെസ്പിറോളജി, റെസ്പിറേറ്ററി മെഡിസിൻ, ചെസ്റ്റ് മെഡിസിൻ എന്നൊക്കെ പറയുന്നത് ഏത് വിഭാഗം തന്നെയാണ്? പൾമണോളജി വിഭാഗമാണ് കേട്ടോ. ഈ പേരുകളൊക്കെ നോട്ട് ചെയ്യണം കേട്ടോ. ചിലപ്പോൾ റെസ്പിറോളജി എന്ന് കാണുമ്പോൾ ഇത് ഏത് ഡിപ്പാർട്ട്മെന്റ് ആണെന്ന് ചിന്തിക്കരുത്, പൾമണോളജി ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ് കേട്ടോ. റെസ്പിറേറ്ററി മെഡിസിൻ അല്ലെങ്കിൽ ചെസ്റ്റ് മെഡിസിൻ എന്നൊക്കെ പറയുന്നത്. It deals with the common diseases like the allergy, bronchitis, lung cancer, etc. അല്ലെ, ശ്വാസ സംബന്ധമായിട്ട് ഈ ശ്വാസകോശവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന അസുഖങ്ങളാണ് അലർജി, അതുപോലെ തന്നെ ബ്രോങ്കൈറ്റിസ്, ലങ് ക്യാൻസർ, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ്. ഇനി ആരാണ് പൾമണോളജിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? പൾമണോളജിസ്റ്റ് എന്ന് പറഞ്ഞാൽ ആരായിരിക്കും? The pulmonologists are specially trained in disease and conditions of the chest, particularly pneumonia, asthma, tuberculosis and complicated chest infections. അല്ലെ, അതായത് പൾമണോളജിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത്തരത്തിൽ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ ട്രെയിനഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ആയിരിക്കും. അതിനെയാണ് നമ്മൾ പൾമണോളജിസ്റ്റ് എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ ന്യൂമോണിയ ശ്വാസകോശത്തിൽ വരുന്നതാണ്, ആസ്മാറ്റിക് പ്രോബ്ലംസ്, ട്യൂബർകുലോസിസ്, TB, ക്ഷയരോഗം. ക്ഷയരോഗം ഏതിനെ ബാധിക്കുന്നത്? ശ്വാസകോശത്തിനെയാണ് കേട്ടോ ബാധിക്കുന്നത്. അതുപോലെ തന്നെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ചെസ്റ്റ് ഇൻഫെക്ഷൻസ്, ഇവയെല്ലാം തന്നെ ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന വിദഗ്ധരായിട്ടുള്ള ഡോക്ടേഴ്സിനെയാണ് നമ്മൾ പൾമണോളജിസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് അറിയാലോ പൾമണോളജി എന്നത്. മനസ്സിലാക്കുക? ഓക്കെ, ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? എന്തെങ്കിലും പോയിന്റ് മനസ്സിലാവാത്തുണ്ടോ? ഇല്ലല്ലോ. നെക്സ്റ്റ് വരുന്നതാണ് പ്ലാസ്റ്റിക് സർജറി കേട്ടോ. അടുത്ത വിഭാഗമാണ് പ്ലാസ്റ്റിക് സർജറി. എന്താണ് പ്ലാസ്റ്റിക് സർജറി എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? എല്ലാവർക്കും മിക്കവരും കണ്ടിട്ടുണ്ട് അല്ലെ പ്ലാസ്റ്റിക് സർജറി. പ്ലാസ്റ്റിക് ആയിട്ടുള്ള കണക്ഷൻ ഉണ്ടോ അതിന്? ഇല്ല അല്ലെ? ഓക്കെ, അപ്പൊ പ്ലാസ്റ്റിക് സർജറി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഒരു എന്താ പറയാ, ഒരു സർജിക്കൽ ശസ്ത്രക്രിയാ വിഭാഗത്തിൽ വരുന്ന ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. പ്ലാസ്റ്റിക് സർജറിനെ അങ്ങനെ പറയാം. പ്ലാസ്റ്റിക് എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് സർജറി ആയിട്ട് യാതൊരു കണക്ഷനൊന്നും ഇല്ല അല്ലെ. ഓക്കെ, പിന്നെ ഈ പ്ലാസ്റ്റിക് സർജറി എന്ന പേര് എവിടെന്നാ വന്നത്? അത് ശരിക്കും പറഞ്ഞാൽ പ്ലാസ്റ്റിക്കോസ് എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് വേർഡിൽ നിന്നാണ് ഇത് വന്നത് കേട്ടോ. പ്ലാസ്റ്റിക്കോസ് എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് വേർഡിൽ നിന്നാണ് വരുന്നത്. ഈ പ്ലാസ്റ്റിക്കോസ് എന്ന ഗ്രീക്ക് വേർഡിന്റെ അർത്ഥം എന്താണെന്നറിയോ? ടു മോൾഡ് എന്നാണ് കേട്ടോ. മോൾഡ്, MOULD, മോൾഡ്. മോൾഡ് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ എന്താ? മോൾഡ് ചെയ്തെടുക്കുക എന്ന് വെച്ചാൽ എന്താ? അതായത് നമ്മൾ രൂപപ്പെടുത്തിയെടുക്കുക, രൂപാന്തരപ്പെടുത്തിയെടുക്കുക എന്നുള്ള അർത്ഥമാണ് അല്ലെ. എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള കോശങ്ങൾ ഉണ്ടായിരിക്കും. അത്തരം കോശങ്ങളെ നമ്മൾ മോൾഡ് ചെയ്തിട്ട് അതിന്റെ ആ ഒരു എന്താ പറയാ, അതിന് നമുക്ക് ആവശ്യമുള്ള സ്ഥലത്തേക്ക് അതിന്റെ ഒരു ഷേപ്പും അതിന്റെ ഒരു ഫങ്ഷനും എന്താണ് നിറവേറ്റുന്നതിന്, ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത്തരം കോശങ്ങളെ നമ്മൾ രൂപാന്തരപ്പെടുത്തിയെടുക്കുന്നത് കൊണ്ടാണ് ആ പ്ലാസ്റ്റിക് എന്നുള്ള ആ ഒരു രീതിയിൽ വന്നത്. പ്ലാസ്റ്റിക് സർജറി എന്ന പേര് അങ്ങനെയാണ് വന്നത് കേട്ടോ. പ്ലാസ്റ്റിക്കോസ് എന്ന് പറയുന്ന ഗ്രീക്ക് വേർഡിൽ നിന്നാണ് വന്നത്. അതിന്റെ അർത്ഥം ടു മോൾഡ് എന്നാണ് കേട്ടോ. മോൾഡ് ചെയ്തെടുക്കുക, രൂപാന്തരപ്പെടുത്തിയെടുക്കുക, ശരീരത്തിന് ആവശ്യമായിട്ടുള്ള കോശങ്ങളെ മോൾഡ് ചെയ്ത് രൂപാന്തരപ്പെടുത്തി
വേണ്ടിയിട്ട് അതിനെ എന്താണ് അതിനാവശ്യമായിട്ടുള്ള സ്ഥലത്തേക്ക് അതിന്റെ ആ ഒരു എന്താ പറയാ ഒരു ഷേപ്പും അതുപോലെ തന്നെ അതിന്റെ ഫംഗ്ഷനൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിൽ ആവശ്യമുള്ള സ്ഥലത്തേക്ക് എത്തിക്കുന്നത് കൊണ്ടാണ് അതിന് ആ ഒരു പ്ലാസ്റ്റിക് എന്നുള്ള ആ ഒരു ടേം വന്നത് കേട്ടോ. പ്ലാസ്റ്റിക് സർജറി എന്ന പേര് അങ്ങനെയാണ് വന്നിട്ടുള്ളത്. ഈ പ്ലാസ്റ്റിക് സർജറിയിൽ പ്രധാനമായിട്ടും 2 വിഭാഗമാണ് കേട്ടോ. റീകൺസ്ട്രക്റ്റീവ് പ്ലാസ്റ്റിക് സർജറി ഉണ്ട്, കോസ്മെറ്റിക് സർജറി ഉണ്ട്. ഇതൊക്കെയാണ് 2 വിഭാഗങ്ങളുടെ റീകൺസ്ട്രക്റ്റീവ് പ്ലാസ്റ്റിക് സർജറി ഒന്ന് പഠിക്കാനുണ്ട് കേട്ടോ. രണ്ടാമത്തത് കോസ്മെറ്റിക് സർജറിയാണ്. എന്താണ് റീകൺസ്ട്രക്റ്റീവ് പ്ലാസ്റ്റിക് സർജറി എന്ന് പറഞ്ഞാൽ പേരിൽ തന്നെ നമുക്ക് മനസ്സിലാവും. റീകൺസ്ട്രക്ട് ചെയ്യാണ്, പുനർനിർമ്മിക്കുകയാണ്, റീക്രിയേറ്റ് ചെയ്യാണ് അല്ലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ നമുക്ക് ജന്മനാ ഉണ്ടാകുന്ന ചില വൈകല്യങ്ങള് അതുപോലെ തന്നെ നമുക്ക് പരിക്ക് മൂലം വരുന്ന വൈകല്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. പിന്നെ ഈ പറയുന്ന പോലെ പൊള്ളല് അല്ലെ, പൊള്ളലേറ്റത് പൊള്ളലൊക്കെ വന്നതിന് ശേഷം ഉണ്ടാകുന്ന ഡിഫക്റ്റുകള്, പിന്നെ ചില സർജറിയിലൂടെ വരുന്ന ഡിഫക്റ്റുകൾ, പ്രത്യേകിച്ച് ക്യാൻസർ പോലുള്ള സർജറി ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ചില ഭാഗങ്ങളൊക്കെ നമുക്ക് മുറിച്ചു മാറ്റേണ്ടതായിട്ട് വരും അല്ലെ. അപ്പൊ അങ്ങനെ ആ ഭാഗങ്ങൾക്ക് ഉണ്ടാകുന്ന ചില ഡിഫക്റ്റുകള് ഓക്കെ. അപ്പൊ അതിനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യാണ്, ട്രീറ്റ്മെന്റ് കൊടുക്കണം. അതിന്റെ ആ ഒരു ഷേപ്പിന് അതിന്റെ ആ ഒരു ഫോമിന് നമ്മൾ റീക്രിയേറ്റ് ചെയ്യാണ്. അതോടൊപ്പം തന്നെ അതിനേക്കാൾ ഉപരി നമ്മൾ ഈ അപകടത്തിലൊക്കെ അറ്റുപോകുന്ന ഭാഗങ്ങൾ ഉണ്ടാവും അല്ലെ. ഇപ്പൊ നമ്മുടെ കയ്യോ കാലോ അറ്റുപോവുക അല്ലെങ്കിൽ അതെ അങ്ങനെ ഭാഗങ്ങളൊക്കെ അറ്റുപോയി കഴിഞ്ഞ് കഴിഞ്ഞാല് അതിന് തുന്നിച്ചേർക്കുക, അതിന് തിരിച്ച് പഴയ ആ ഒരു പൊസിഷനിലേക്ക് തുന്നിച്ചേർക്കുന്ന അത്തരം പ്രൊസീജിയറുകൾ വരുന്നത് റീകൺസ്ട്രക്റ്റീവ് പ്ലാസ്റ്റിക് സർജറിക്കാണ്. അപ്പൊ തുന്നിച്ചേർക്കുക എന്ന് പറഞ്ഞാൽ വെറുതെ തുന്നിച്ചേർക്കല്ല, അതിലൊരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ട്. കാര്യം എന്താണ്, അതിന്റെ ബ്ലഡ് വെസൽസും അതുപോലെ തന്നെ അതിന്റെ വെയിനുകളും ഞരമ്പുകളും എല്ലുകളും സ്കിന്നടക്കം എന്ത് ചെയ്യണം, കറക്റ്റ് ആയിട്ട് തുന്നിച്ചേർക്കുക. അപ്പൊ അങ്ങനെയുള്ള പ്രൊസീജിയറുകളെല്ലാം തന്നെ ആ രീതിയിൽ നമ്മൾ ആ പഴയൊരു ഫോമിലോട്ട്, പഴയതല്ലെങ്കിൽ കുറെ ആ ഒരു ഫോമിലോട്ട് ആ ഒരു ഫംഗ്ഷനിലോട്ട് നമ്മൾ റീക്രിയേറ്റ് ചെയ്യാണ്. ഓക്കെ, റീകൺസ്ട്രക്ട് ചെയ്യാണ്, പുനർനിർമ്മിക്കുകയാണ് അല്ലെങ്കിൽ റീ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് കൊണ്ടാണ് അതിന്റെ പേര് റീകൺസ്ട്രക്റ്റീവ് പ്ലാസ്റ്റിക് സർജറി എന്ന് പറയുന്നത് കേട്ടോ. അതാണ് ഒരു വിഭാഗം. പിന്നെ കോസ്മെറ്റിക് സർജറി, ആ പേര് കേൾക്കുന്ന പോലെ തന്നെ കോസ്മെറ്റിക്സ് എന്നൊക്കെ പറയുന്നത് എന്തായിരിക്കും, ഭംഗി കൂട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. എന്തെങ്കിലും അഭംഗിയൊക്കെ ഉണ്ടെങ്കിൽ അത് കുറച്ച് ഭംഗി കൂട്ടുന്നതിനൊക്കെ വേണ്ടി ചെയ്യുന്ന സർജറിയാണ് കോസ്മെറ്റിക് സർജറി. മിക്കവാറും നമ്മുടെ ഫിലിം സ്റ്റാറുകൾ ഫിലിം അഭിനയിക്കുന്ന ആളുകളൊക്കെ എല്ലാവരും ചെയ്യുന്ന ഒരു ടൈപ്പ് സർജറിയാണ് അല്ലെ കോസ്മെറ്റിക് സർജറി. അതൊരു ടിപ്പിക്കൽ എക്സാമ്പിൾ നമ്മുടെ മൈക്കിൾ ജാക്സൺ ഓർത്താൽ മതി അല്ലെ. നല്ലൊരു കോസ്മെറ്റിക് സർജറി എന്നൊക്കെ പറയുന്നത് നമുക്ക് മുന്നോട്ട് വെക്കാൻ പറ്റുന്ന നല്ലൊരു ടിപ്പിക്കൽ എക്സാമ്പിൾ ആണ് അല്ലെ. ഓക്കെ, അതല്ലാണ്ട് ഇഷ്ടംപോലെ ആളുകൾ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം ഇപ്പൊ എന്താ പറയുക, നമുക്ക് ഭംഗി കൂട്ടാൻ ഇപ്പൊ നമ്മുടെ മൂക്കിനകത്തൊക്കെ ചെയ്യുന്ന മൂക്കിന്റെ ഷേപ്പ് ഒക്കെ നമുക്ക് മാറ്റാം, റൈനോപ്ലാസ്റ്റി എന്നൊക്കെയാണ് പറയാ. അതുപോലെ നമ്മുടെ കൺപോളകൾ കുറച്ചും കൂടി ഇറങ്ങാം, ബ്ലിഫാനോപ്ലാസ്റ്റി എന്നാണ് പറയാ. അതുപോലെ ചെസ്റ്റിന്റെ ഭാഗത്ത് മീൻസ് ബ്രസ്റ്റിലൊക്കെ ചെയ്യുന്ന കോസ്മെറ്റിക് സർജറീസ് ഉണ്ട്. പിന്നെ വയറ് കുറയ്ക്കാനായിട്ട് ടമ്മി ടക്ക് എന്നൊക്കെ പറയും, അതായത് തുണി കിടക്കുന്ന വയറെടുത്ത് ഫാറ്റൊക്കെ എടുത്ത് മാറ്റിയിട്ട് കുറച്ചും കൂടെ വയറ് ട്രിം ആക്കുന്ന രീതിയിൽ ടമ്മി ടക്ക് പോലുള്ള കോസ്മെറ്റിക് സർജറികളൊക്കെ ഇത് ധാരാളമായിട്ട് ആളുകൾ ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ അത്രയും മനസ്സിലാക്കി വെച്ചാൽ മതി. നമുക്ക് ജസ്റ്റ് ഒന്ന് വായിക്കാം. പ്ലാസ്റ്റിക് സർജറി കേട്ടോ. ഇറ്റ് ഈസ് എ സർജിക്കൽ സ്പെഷ്യാലിറ്റി ഇൻ മെഡിസിൻ ദാറ്റ് ഫോക്കസസ് ഓൺ സർജിക്കൽ റിപ്പയർ ഓഫ് ഡിഫക്ട്സ് ഓഫ് ഫോം ഓർ ഫംഗ്ഷൻ. ഇതാണ് ഡിഫക്ട്സ് ഓഫ് ഫോം, ആ ഫോമിൽ വരുന്ന വൈകല്യങ്ങൾ, ആ രൂപത്തിൽ വരുന്ന വൈകല്യങ്ങൾ അല്ലെങ്കിൽ ആ ഫംഗ്ഷനിൽ വരുന്ന വൈകല്യങ്ങളെയൊക്കെ സർജിക്കൽ റിപ്പയറിലൂടെ നമ്മൾ ശരിയാക്കുകയാണ് അല്ലെ. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. സോ ഇറ്റ് ഈസ് എ സർജിക്കൽ സ്പെഷ്യാലിറ്റി ഇൻ മെഡിസിൻ ദാറ്റ് ഫോക്കസസ് ഓൺ സർജിക്കൽ റിപ്പയർ ഓഫ് ഡിഫക്ട്സ് ഓഫ് ഫോം ഓർ ഫംഗ്ഷൻ ഓഫ് എനി ഓഫ് ദ ഹ്യൂമൻ ബോഡി. അണ്ടർലൈൻ ചെയ്തിരിക്കുകയാണ്. This specialty is further classified into 2 subspecialty. ഇതിനെ നമ്മൾ വീണ്ടും 2 സബ്സ്പെഷ്യാലിറ്റി ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ എന്താണ്, റീകൺസ്ട്രക്റ്റീവ് പ്ലാസ്റ്റിക് സർജറി. നേരത്തെ പറഞ്ഞ കാര്യമാണ്. എന്താണ് ചെയ്യുന്നത്, റീകൺസ്ട്രക്റ്റീവ് പ്ലാസ്റ്റിക് സർജറി കറക്റ്റ്സ് സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ ഡിഫക്റ്റ്. അതാണ് സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ ഡിഫക്റ്റ് അല്ലെ. അതായത് ഘടനാപരമായിട്ട് പ്രവർത്തനപരമായിട്ടുണ്ടാകുന്ന വൈകല്യങ്ങളൊക്കെ കറക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ റീക്രിയേറ്റ് ചെയ്യുന്ന റീ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന സർജറിയാണ് നമ്മൾ റീകൺസ്ട്രക്റ്റീവ് പ്ലാസ്റ്റിക് സർജറി എന്ന് പറയുന്നത് കേട്ടോ. രണ്ടാമത്തെ എന്താണ്, കോസ്മെറ്റിക് സർജറിയാണ്. എന്താണ് കോസ്മെറ്റിക് സർജറി എന്ന് പറഞ്ഞാൽ, ഇറ്റ് എൻഹാൻസസ് ദ അപ്പിയറൻസ് ഓഫ് ദ ബോഡി ത്രൂ മെഡിക്കൽ ആൻഡ് സർജിക്കൽ പ്രൊസീജിയർ അല്ലെ. മെഡിക്കൽ സർജിക്കൽ പ്രൊസീജിയറിലൂടെ ആ ഒരു ബോഡിയുടെ അപ്പിയറൻസ് എന്ന് വെച്ചാൽ ആ ഒരു ഭംഗി കൂട്ടുന്നതിന് വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് പ്ലാസ്റ്റിക് സർജറിയാണ് കോസ്മെറ്റിക് സർജറി എന്ന് ഉദ്ദേശിക്കുന്നത്. ഇത് രണ്ടും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഓക്കെ ആണോ, മനസ്സിലായോ പറഞ്ഞത്?
ഈ ഒരു വിഭാഗം കൂടെ ജസ്റ്റ് പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം കേട്ടോ. യൂറോളജി ആൻഡ് ആൻഡ്രോളജി ഡിപ്പാർട്ട്മെന്റ് കേട്ടോ. ആ യൂറോളജി ആ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം അല്ലെ, എന്താണ് യൂറിനറി ട്രാക്ട് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യുന്ന വിഭാഗമാണ് അല്ലെ. നോക്കിക്കേ, അതുപോലെ തന്നെ അതിനോട് ചേർത്താണ് നമ്മൾ ആൻഡ്രോളജി പറയുന്നത് കേട്ടോ. നോക്കുക, ദ ബ്രാഞ്ച് ഓഫ് മെഡിസിൻ that focuses on surgical and medical disease of the male and female urinary tract system and the male reproductive organs. അത് ആൻഡ്രോളജി വരുന്നതാണ് കേട്ടോ. അതായത് രണ്ടും ഒരുമിച്ചാണ് പറയുന്നത്. സ്ത്രീകളുടെയും പുരുഷന്മാരുടെയൊക്കെ യൂറിനറി ട്രാക്ട് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട എന്താ പറയാ ചികിത്സകള്, അതിന്റെ ഡയഗ്നോസിസ് ട്രീറ്റ്മെന്റുകളൊക്കെ ചെയ്യുന്ന ഒരു ബ്രാഞ്ച് ഓഫ് മെഡിസിൻ ആണ് എന്തെന്ന് പറയുന്നത് യൂറോളജി എന്ന് പറയുന്നത്. ആൻഡ്രോളജി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഡീൽസ് വിത്ത് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ആണ്. അപ്പൊ നമ്മൾ സ്ത്രീകളുടെ ഫീമെയിൽസ് റീപ്രൊഡക്റ്റീവ് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട് ഗൈനക്കോളജി നമ്മൾ പറഞ്ഞില്ലേ, എന്നതുപോലെ പുരുഷന്മാരുടെ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്ന വിഭാഗമാണ് ആൻഡ്രോളജി എന്ന് പറയുന്നത് കേട്ടോ. സ്ത്രീകൾക്ക് ഗൈനക്കോളജി എന്നതുപോലെ പുരുഷന്മാർക്ക് ആൻഡ്രോളജിയാണ് നമ്മൾ പറയുന്നത് കേട്ടോ. മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളും അതോടൊപ്പം തന്നെ സ്ത്രീകളിലും പുരുഷന്മാരിലും ഉണ്ടാവുന്ന യൂറിനറി ട്രാക്ട് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് യൂറോളജി ആൻഡ് ആൻഡ്രോളജി എന്ന് പറയുന്നത് കേട്ടോ. ഇനി നോക്കാം, ഈ ഒരു സിസ്റ്റത്തിൽ വരുന്ന ഓർഗൻസുകൾ ഏതൊക്കെയാണ്. ദ ഓർഗൻസ് അണ്ടർ ദ ഡൊമൈൻ ഓഫ് യൂറോളജി ഇൻക്ലൂഡ് കിഡ്നീസ്, കിഡ്നി വരുന്നുണ്ട്. അഡ്രീനൽ ഗ്ലാൻഡ്, അഡ്രീനൽ ഗ്ലാൻഡ് നമ്മൾ പഠിച്ചു. ആ കിഡ്നിയുടെ മുകൾ ഭാഗത്ത് ഒരു ചെറിയൊരു ഹാറ്റ് പോലെ ഒരു ക്യാപ്പ് പോലെ ഇരിക്കുന്ന ഒരു ഓർഗൻ ആണ് കേട്ടോ. പിന്നെ യൂറിറ്റേഴ്സ്, മൂത്രനാളി എന്നൊക്കെ നമുക്ക് പറയും, യൂറിനറി ബ്ലാഡർ. ഓക്കെ, പിന്നെ അതുപോലെ യൂറിത്ര, അതല്ലേ മൂത്രവാഹിനി എന്നൊക്കെ നമുക്ക് പറയാം. ആൻഡ് ദ മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ കേട്ടോ. ഇത്രയും ഭാഗങ്ങളാണ് യൂറിനറി ട്രാക്ട് സിസ്റ്റത്തിൽ വരുന്നത്. ഓക്കെ, പിന്നെ ഇത്രയും മതി കേട്ടോ. അടുത്തത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. അപ്പൊ ഈ ഒരു ഡിപ്പാർട്ട്മെന്റോട് കൂടി നമ്മുടെ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റുകൾ അവിടെ അവസാനിക്കും കേട്ടോ. നമ്മൾ എവിടുന്ന് തുടങ്ങിയെന്ന് ഓർമ്മയുണ്ടല്ലോ. ഡിപ്പാർട്ട്മെന്റ് നമ്മൾ മൂന്നായിട്ട് തിരിച്ചിരുന്നു: മെഡിക്കല് ഡിപ്പാർട്ട്മെന്റ്, സപ്പോർട്ടീവ്, അഡ്മിനിസ്ട്രേറ്റീവ്. അതിനകത്ത് മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് ഈ ഒരു ഡിപ്പാർട്ട്മെന്റോട് കൂടി കഴിയും. ഞങ്ങൾ എന്നെ നോക്കുകയാണെങ്കിൽ ഏകദേശം 24 ഡിപ്പാർട്ട്മെന്റുകൾ നമ്മൾ ഇതിനകത്ത് പഠിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഇന്നും പറയാം. പിന്നെ സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റുകൾ പഠിക്കാം. രണ്ടാമത്തെ ഒരു വിഭാഗം ഉണ്ടല്ലോ സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ്. പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ്. അതോടുകൂടി ഈ ഒരു ചാപ്റ്റർ കഴിയും. ഞാൻ അൺമ്യൂട്ട് ചെയ്യാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് ഈസ്റ്റർ ആശംസകൾ കേട്ടോ. ഈസ്റ്ററിന് അടുത്തത് ഈസ്റ്റർ ആണല്ലോ. ഓക്കെ, അപ്പൊ വേറെ ഡൗട്ട്സ് ഒന്നും ഇല്ലാത്ത വിചാരിക്കുന്നു. ഓക്കെ ആണ് എല്ലാവർക്കും? നിങ്ങൾ കുറച്ചും കൂടെ ഉഷാറാവണം കേട്ടോ. കുറച്ച് ആളുകൾ മാത്രമാണ് ഇതിനകത്ത് റെസ്പോണ്ട് ചെയ്യുന്നുള്ളൂ. കുറെ കൂടെ നിങ്ങൾ എന്താ പറയാ കുറച്ചും കൂടെ റെസ്പോൺസ് ചെയ്യണം കേട്ടോ. അല്ലെങ്കിൽ എങ്ങനെ നമ്മുടെ ക്ലാസ് മുന്നോട്ട് പോകും? ഓക്കെ ആരതി, അപ്പൊ ശരി, ക്ലാസ്സിൽ കാണാം കേട്ടോ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ ഡോണ, ശരി.